ഇന്ന് യേശുവിൻ്റെ പ്രമാണപ്രകാരം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചു. 4 വക്രതയുള്ള ഈ തലമുറയിൽ നിന്നും വിശുദ്ധരും നിഷ്കളങ്കരുമായി വേർപെട്ട് ജീവിച്ചു. ഇങ്ങനെ കർത്താവിനെ പ്രസാദിപ്പിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ഈ ശരീരം ഉപയോഗിച്ചു. ഒരു ദിവസം ഈ ശരീരത്തോട് ആത്മാവ് വീണ്ടും വേർപെടും. ആത്മാവ് അതിൻ്റെ വിശ്രമസ്ഥലത്തേക്ക് മാറി വിശ്രമിക്കും. അതിനുശേഷം ഈ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് വേറൊരു ശരീരത്തിൽ നമ്മെ ആക്കും. അന്നാണ് രക്ഷയുടെ പൂർത്തീകരണം. വേറൊരു ഭാഷയിൽ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വം എന്ന പദവി നമുക്ക് ലഭിക്കുന്നതാണ് രക്ഷയുടെ പൂർത്തീകരണം. അതുകൊണ്ട് രക്ഷയുടെ പൂർത്തീകരണത്തിനായി സഭയെ മാനിക്കുവാൻ യഹോവ ദൈവമായ കർത്താവ് മടങ്ങി വരും. നിത്യരാജ്യത്വം കർത്താവ് സ്ഥാപിക്കുമെന്നും രാജ്യം പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്നും കാണാം. അതാണ് യേശുവിൻ്റെ വരവിൻ്റെ അന്ത്യ ലക്ഷണം. അതിൻ്റെ ടൈമിംഗ് എന്നാണ്. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായത്തിൽ ദൂതന്മാർ ഇതറിയാൻ ആഗ്രഹിച്ചു. മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ ശിഷ്യന്മാർ ഇതിൻ്റെ സമയത്തെക്കുറിച്ച് അറിയുവാനായി ഏൽപ്പിച്ചു. അനേക പ്രവചനങ്ങൾ നമുക്ക് തന്ന് യേശുവിൻ്റെ വരവിൻ്റെ കാലഘട്ടങ്ങളെ ഏറെക്കുറെ മനസ്സിലാക്കുവാൻ നമുക്കിടയാക്കി. തൻ്റെ വരവിൻ്റെ സമയമോ നാളോ നാഴികയോ ആരും ആരും അറിയുന്നില്ല. പിതാവല്ലാതെ പുത്രൻ പോലും അറിയുന്നില്ല. എന്താണ് അങ്ങനെ പറഞ്ഞത്? അത്രയും കോൺഫിഡൻഷ്യൽ ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതിനാവശ്യമുള്ള പ്രവചനങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഇരുണ്ട ലോകത്തിൽ ദീപങ്ങളെപ്പോലെ പ്രകാശിക്കേണ്ട ആ വെളിച്ചം ഉയർത്തുവാൻ കത്തിക്കുവാൻ സദാകാലത്തും ദൈവം ആളുകളെ ആക്കിയിട്ടുണ്ട്. കർത്താവ് പറഞ്ഞു, ഒരു വിളക്ക് കത്തിച്ചാൽ തണ്ടിൻ്റെ മേലിരുന്നാൽ ആ വീട് മുഴുവനും പ്രകാശിക്കും. ഒരു വിളക്കിന് രാജ്യം മുഴുവനും പ്രകാശിക്കുന്ന കടമയില്ല, വീട് മുഴുവനും പ്രകാശിക്കുവാൻ. ആ വിളക്ക് കത്തുന്നതുപോലെ ദീപമായ പ്രവചനത്തെ വ്യാഖ്യാനിക്കുവാനും അതിനെ അതാത് സൊസൈറ്റിക്ക് കൊടുക്കുവാനും കർത്താവ് ഏൽപ്പിച്ചിട്ടുള്ള കൂട്ടത്തിൽ ബേഥേലിന് പ്രകാശിക്കുവാൻ ഇവിടെ ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കുന്ന വിളക്കുകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ ഈ പ്രവചനങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട്. ഒന്ന്, അതിന് ഭാഗിക നിവർത്തീകരണങ്ങളുണ്ട്. 2, അതിനൊരു പൂർണ്ണ നിവർത്തീകരണമുണ്ട്. 3, അതിന് ആത്മീക നിവർത്തീകരണങ്ങളുണ്ട്. 4, അതിന് ഭൗതിക നിവർത്തീകരണങ്ങളുണ്ട്. ഇങ്ങനെ അനേക നിവർത്തീകരണങ്ങൾക്ക് ശേഷം വരവിനെക്കുറിച്ചുള്ള ഫൈനൽ നിവർത്തീകരണം സാക്ഷാൽ വരവിങ്കൽ നടക്കും. ഗ്രാൻഡ് ഫൈനൽ ഫുൾഫിൽമെൻറ്റ് എന്ന് ഞാനതിനെ വിളിച്ചു. കർത്താവ് യേശുവിൻ്റെ വരവിനെക്കുറിച്ച് ലക്ഷണങ്ങൾ പ്രത്യേകിച്ചും യഹൂദൻ്റെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ എടുത്ത് പഠിക്കുകയുണ്ടായി. ഈ ചരിത്രങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ പാസ്റ്റർ KY ഗീവർഗീസ് ഓർമ്മിപ്പിച്ചിട്ടുള്ള, ഞാൻ എന്തുകൊണ്ടാണ് ഈ പദങ്ങൾ എടുത്തു പറയുന്നത്? എൻ്റെ വ്യക്തിജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്തവരും തെറ്റിക്കൂടാത്ത ദൈവത്തിൻ്റെ ആലോചന, ദൈവത്തിൻ്റെ ദീപമെന്ന വണ്ണം നിന്ന് അവരുടെ തലമുറകളിൽ പ്രകാശിപ്പിച്ചിട്ടുള്ളവരുമായ ചില മലയാളി പിതാക്കന്മാരെ മറക്കാൻ നിവൃത്തിയില്ല. അതിലൊന്നാണ് പാസ്റ്റർ KY ഗീവർഗീസ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നെങ്കിലും ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ സ്റ്റേജിൽ അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട്. താൻ ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നെങ്കിലും എൻ്റെ പേര് ഞാൻ എടുത്തു പറഞ്ഞത്, യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൽ 2 ഭാഗങ്ങളുണ്ട്. അതിൽ 2-ാം ഭാഗത്തെക്കുറിച്ച് മാത്രമേ ലക്ഷണങ്ങളുള്ളൂ. 1-ാം ഭാഗത്തെക്കുറിച്ചുള്ള ലക്ഷണങ്ങൾ ഇല്ല. അത് 2-ാം ഭാഗത്തിന് മുമ്പേ നടക്കണം എന്ന് പറഞ്ഞാൽ ഈ ദിവസങ്ങളിൽ നാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കർത്താവ് തൻ്റെ വാഗ്ദത്ത നിവർത്തിക്ക് മടങ്ങി വരും. നമ്മൾ ഒരുങ്ങാതെ പോയി എന്ന് വരരുത്. അതുകൊണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് എടുത്തു പറയുകയാണ്. നാളും നാഴികയും എന്ന് പറയുന്നത് 2-ാം വരവിൻ്റെ 1-ാം ഭാഗമാണ്. അതിനെക്കുറിച്ച് പിതാവല്ലാതെ പുത്രൻ പോലും അറിയുന്നില്ല. ആരെയും കർത്താവ് അത് അറിയിച്ചിട്ടില്ല. പരിശുദ്ധാത്മാവിനത് അറിവില്ല എന്ന് ഞാൻ പറയട്ടെ. കാര്യം ഇത് പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ച കാര്യമാണ് എന്ന് യേശുവിൻ്റെ വാഗുണ്ട് യേശു തന്നെ എടുത്ത് പറയുന്നുണ്ട്. ഞാൻ പറയാൻ പോകുന്ന ലക്ഷണങ്ങളൊക്കെ 2-ാം വരവിൻ്റെ 2-ാം ഭാഗത്തെക്കുറിച്ചാണ്. അത് 2-ാം വരവിൻ്റെ 1-ാം ഭാഗം കഴിഞ്ഞ് ഫേസ് 1 എന്നും 2 എന്നും തൽക്കാലം വിളിക്കട്ടെ. ഫേസ് 1 കഴിഞ്ഞ് 7 വർഷങ്ങൾക്ക് ശേഷമേ ഫേസ് 2 നടക്കുകയുള്ളൂ. ഫേസ് 2-ൻ്റെ ലക്ഷണങ്ങളാണ് നാം കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഫേസ് 1 7 സെക്കൻഡ് ആയിരിക്കും എന്ന് മറക്കരുത്. മത്തായിയുടെ സുവിശേഷം 24-3 ലൂക്കോസിൻ്റെ സുവിശേഷം 21-36 പ്രത്യേകിച്ച് നമുക്ക് എടുത്തു ചിന്തിക്കാം. മഹാവിപത്തുകൾ 21 ട്രാജഡീസ്, മഹാവിപത്തുകൾ ഉള്ളതായ ആ വലിയ കാലഘട്ടത്തെ കുറിക്കുന്ന സൂചന 2 പത്രോസ് 3-4 വാക്യങ്ങളിൽ കാണുന്നത് പോലെ
വിശ്വാസത്യാഗം മുതൽ പല കാര്യങ്ങൾ ലക്ഷണങ്ങളായി പറയുന്നുണ്ട്. എബ്രായ ലേഖനം 9:28 പറയുന്നത് പോലെ വരവിനെ നോക്കി പാർത്തിരിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളും ഇതിനകത്തെ ഭാഗങ്ങളാണ്. എന്നാൽ അനേക ഉപമാനങ്ങൾ ഇസ്രയേലിൻ്റെ ചരിത്രത്തിൽ നിന്ന് എടുത്തിരിക്കുന്നത് നമ്മൾ തിരിച്ചും മറിച്ചും ചിന്തിച്ചു. കാരണം ദൈവത്തിൻ്റെ യേശുവിൻ്റെ മടങ്ങിവരവിൻ്റെയും ലോകത്തിൻ്റെ കാലത്തിൻ്റെയും ഘടികാരമായി ദൈവം എന്ന് വെച്ചിരിക്കുന്നത് ഇസ്രയേലിനെയാണ്. എന്തുകൊണ്ടാണ് പാസ്റ്റർ കൂടെ ഈ ഇസ്രയേലിനെ കുറിച്ച് സംസാരിക്കുന്നത്? മോനെ, സമയം നോക്കണ്ടപ്പം വാച്ചലട നോക്കുന്ന വേറെ എന്നത്തെ നോക്കും? ദൈവം ഈ ഭൂമിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഘടികാരം എന്ന് പറയുന്നത്, ഇന്നത്തെ സമയത്തെ തിരിച്ചറിയുവാൻ വെച്ചിരിക്കുന്ന ദൈവിക ഘടികാരം ഒന്നാമതായി ഇസ്രയേലാ. എൻ്റെ വീട്ടിലൊരു ക്ലോക്കുണ്ട്, അതിലായിട്ടാണ് ഈ സമയം കാണുമ്പോൾ ഒക്കെ നോക്കുന്നത്. അതിനേക്കാൾ വിലപിടിപ്പുള്ള മറ്റു വസ്തുക്കൾ വീട്ടിലില്ലേ മോനെ? അതേ നോക്കിയാൽ സമയം അറിയത്തില്ല. സമയം അറിയണമെങ്കിൽ അതിനുവേണ്ടി ഡിസൈൻ ചെയ്ത വസ്തുവിൽ നോക്കണം. ഇസ്രയേലിനെ ദൈവം ഭൂമിയുടെ ചരിത്രത്തെക്കുറിച്ച് സമയത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുവാൻ എടുത്തു വെച്ചതാണ്. അതിൽ തളിർക്കുന്ന അത്തി നമ്മൾ ഏറെക്കുറെ തൊട്ടു, ഇന്ന് പിന്നെയും തൊട്ടേ പറ്റൂ. 2 ഉണങ്ങിപ്പോയ അസ്ഥികൾ നമ്മൾ ഏറെക്കുറെ പറഞ്ഞതാണ്, ഇനി ഒന്നുകൂടെ വിശദീകരിച്ചേ വരികയുള്ളൂ. ചിതറിപ്പോയ അസ്ഥികൾ തിരിച്ചു ചേർക്കപ്പെടുന്ന ഭാഗമാണ് നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ ചിന്തിച്ചത്. 2 മേജർ സൈനുകളാണ് എന്ന് പറഞ്ഞു. 1, ഇടത്തുവശത്ത് കാണുന്ന ഉണങ്ങിപ്പോയ അസ്ഥി തിരികെ തളിർക്കുന്നത്. 2, വലത്തുവശത്ത് കാണുന്നതായ ചിതറിപ്പോയ അസ്ഥികൾ ഒരു സൈന്യമായി മടങ്ങി എഴുന്നേൽക്കുന്നത്. ഇത് രണ്ടും ഇസ്രയേലിൻ്റെ ചരിത്രത്തിൽ നിന്നാണ്. ഒന്നാമത്തേത് മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിലും 2-ാമത്തേത് എസെക്കിയേൽ പ്രവചനം 37-ാമത്തെ അധ്യായത്തിലും വർണ്ണിച്ചിരിക്കുന്നതാണ്. ഇതെല്ലാം യൂട്യൂബിലുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് എടുക്കാം, വായിക്കേണ്ടവർക്ക് വായിക്കാം, പഠിക്കേണ്ടവർക്ക് പഠിക്കാം, കട്ടിങ്സ് എടുക്കേണ്ടവർക്ക് കട്ടിങ്സ് എടുക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു കൊടുക്കേണ്ടവർക്ക് അയച്ചു കൊടുക്കാം. കാലം ചുരുക്കമാകയാൽ അവരവരെ കൊണ്ട് ചെയ്യാവുന്നത് ചെയ്യുവാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കപ്പെടാം. അരിപ്പ കൊണ്ടരിക്കുന്നത് പോലെ കഴിഞ്ഞ ആഴ്ചകളിൽ ഞാൻ എടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അരിപ്പ കൊണ്ടരിക്കുന്നത് പോലെ ഇസ്രയേലിനെ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്നും അരിച്ചു പെറുക്കി എൻ്റെ കർത്താവ് തിരിച്ചു കൊണ്ടുവരുന്ന കാലമാണ്. അത് സംഭവിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ജൂതരെ അരിച്ചു പെറുക്കി തിരിച്ചയക്കുമെന്ന കാര്യം 3 ആഴ്ചയായി ഞാൻ കണ്ടിന്യൂസ് തൊടുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് കൂടുതൽ അതിനെക്കുറിച്ച് എടുക്കുന്നില്ല. 2020 5000-ഓളം പേർ ഭാരതത്തിൽ നിന്ന് തന്നെ ഇസ്രയേലിലേക്ക് മടങ്ങിപ്പോയി. ഇന്ന് ഇസ്രയേലിയർ പാർക്കുന്നതായ മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. മണിപ്പൂരിലുള്ള യഹൂദൻ മടങ്ങിപ്പോകും, നിശ്ചയം അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. യഹൂദൻ ഭാരമുള്ള ഒരു കല്ലാണ് എന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിച്ചിരുന്നു. സഖരിയ പ്രവചനം 12:3 യഹൂദനെ കുറിച്ച് അവൻ ഭാരമുള്ളൊരു കല്ല. അതുപോലെ തന്നെ ഇറ്റ്സ് ആൻ ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക് എന്നും കൂടെ പറയുന്നുണ്ട്. ആ പദം ഞാൻ ഇപ്രാവശ്യം തൊട്ടില്ല. അത് ലഹരി പിടിപ്പിക്കുന്ന ഒരു പാനപാത്രമാണ്. ആരെങ്കിലും യെരുശലേമിനെ തൊട്ടാൽ, ഇസ്രയേലിനെ തൊട്ടാൽ ഗുണത്തിന് പോലും ദോഷത്തിന് പോലും അവൻ മുറിവേറ്റിരിക്കും. അത് ഇറ്റ്സ് എ ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്. അതാരെങ്കിലും അനുഭവിച്ചാൽ അവന് ലഹരി പിടിച്ചിരിക്കും. അങ്ങോട്ടല്ലെങ്കിൽ ഇങ്ങോട്ട് അവൻ പറഞ്ഞിരിക്കും. ഇസ്രയേലിനെ ദൈവം അങ്ങനെ വെച്ചിരിക്കുക. ഇന്നിതിനകത്തിരിക്കുന്ന ആത്മീക ഇസ്രയേലിലെ ദൈവമക്കളെ, ഞാൻ ഒരു കാര്യം പറയാം. നമ്മെ തൊടുന്നവൻ ഒക്കെയും കഠിനമായി മുറിവേൽക്കും. 2, ഞാനും നിങ്ങളും ഒരു ലഹരി വസ്തുവിനെ പോലാകണം. പ്രസംഗം കേൾക്കുന്നവൻ ഒന്നുകിൽ അനുകൂലമായി ഇല്ലെങ്കിൽ പ്രതികൂലമായി പ്രതികരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ മീഡിയകൾ ജാതി മത ഭാഷ വ്യത്യാസമില്ലാതെ മീഡിയകൾ ലഹരി പിടിച്ച് അലറുന്നത് ഞാനും നിങ്ങളും കണ്ടതാണ്. വൈ? ഇസ്രയേൽ ഈസ് ആൻ ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്. ഇതിനെ തൊടുന്ന ഇതിനെ അനുഭവിക്കുന്നവനൊക്കെ ലഹരി പിടിച്ചേ മതിയാകൂ. ഈ അനുഭവത്തിലേക്ക് ഈ കാലഘട്ടത്തിൽ ദൈവം ബഥേലിനെ കൊണ്ടുവന്നതുകൊണ്ട് ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. മണിപ്പൂരും ഇന്ത്യയുടെ ഭാഗമാകയാൽ ഇന്ത്യക്കും മുറിവേറ്റു. മുറിവേക്കാൻ ഒക്കത്തില്ല അതിനെ തൊടുന്നവനൊക്കെയും. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒന്ന് പറഞ്ഞിരുന്നു, ഏതാണ്ട് 3000-ഓളം ആളുകൾ മണിപ്പൂരിൽ നിന്ന് മടങ്ങിപ്പോയി എന്ന് പിന്നത്തേതിൽ വിവരം ലഭിക്കുകയുണ്ടായി. ഇന്ന് 5000 ഇനിയും പോകേണ്ടതിന് ആളുകളുണ്ട്. അങ്ങനെ പറഞ്ഞങ്ങ് നിർത്തട്ടെ. ഇസ്രയേലിൻ്റെ 2 സൈനികളെ വീണ്ടും തൊടുവാൻ ആഗ്രഹിക്കുക. ഒരു ഫലമില്ലാത്ത അത്തിയുടെ അടുക്കൽ യേശു എത്തുകയും അത്തിയിൽ ഫലമില്ലാഞ്ഞതിനാൽ അത്തിയെ ശപിക്കുകയും ചെയ്തു. അക്ഷരാർത്ഥത്തിൽ അത്തിപ്പഴത്തിൻ്റെ കാലമല്ലാഞ്ഞ ഒരു കാലഘട്ടത്തിൽ അത്തിയുടെ അടുക്കൽ യേശു ചെല്ലുകയും ഫലം തിരഞ്ഞു വരികയും ചെയ്തു. എനിക്കും നിങ്ങൾക്കും ഫലം കായ്ക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോണേ. ഉപവാസ പ്രാർത്ഥന വെക്കുമ്പോൾ എല്ലാവരും ഫലം കായ്ക്കുന്ന ഒരു കാലമാണ്. അന്ന് വന്ന് തേടിയാൽ ഫലം കിട്ടും. സഭായോഗം കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ ഫലം കായ്ക്കുന്ന ഒരു കാലമാണ്. അന്ന് പുതിയ തീരുമാനത്തോടെ പോകും. പക്ഷേ വെള്ളിയും ശനിയും ഒക്കെ ആകുമ്പോൾ ഇത് കാണുമോ? ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് ഒരു 2 മാസം കഴിയുമ്പോൾ ഫലമില്ലാത്ത കാലത്തേക്ക് നമ്മൾ മാറുമോ? ഈ ചൂടായിരിക്കുന്ന കാലം കഴിഞ്ഞാൽ ഫലമില്ലാത്ത ഒരു കാലമുണ്ടോ? മറക്കരുത്, അന്ന് കർത്താവ് ഫലം തപ്പി വരുന്നവനാ. അന്ന്
കർത്താവ് ഫലം തപ്പി വരുന്നവനാ. ഫലമില്ലൊരു കാലത്ത് അത്തിയുടെ അടുക്കൽ ചെന്നു. അത് ഇൻഡയറക്ട്ലി കപടഭക്തിയെ സൂചിപ്പിക്കുന്നതാണ്. ഭക്തി ഇല്ലാത്തവൻ ഭക്തിയുടെ വേഷം കിട്ടി. ഇത് പറയുമ്പോഴെല്ലാം ഞാൻ ഓർക്കട്ടെ, തിരുവചന ഭാഷയിൽ ഭക്തിക്കൊരു വേഷമുണ്ട്, ഭക്തിക്കൊരു വേഷമുണ്ട്. വെള്ള ഉടുപ്പ് അതിൻ്റെ ഭാഗങ്ങളിൽ ഒന്നായി ആളുകൾ ചിത്രീകരിച്ചേക്കാം. കഴിഞ്ഞ ദിവസം ഒരാൾ എൻ്റെ അടുക്കൽ വന്ന് ഇങ്ങനെ പറഞ്ഞു, ഞാൻ CSI വിഭാഗത്തിൽ നിന്ന് വരുന്ന ഒരു പെൺകുട്ടിയാണ് എൻ്റെ അടുക്ക പറഞ്ഞത്. ഞാൻ CSI വിഭാഗത്തിൽ നിന്ന് വരുന്ന ഒരാളാണ്. അന്ന് ഞാൻ ആഭരണങ്ങൾ ഉപയോഗിച്ചിരുന്നില്ല. ആ പെൺകുട്ടിയുടെ വാചകമാണ്. എന്താണെന്ന് ഞാൻ ചോദിച്ചില്ല, എനിക്ക് അറിഞ്ഞിട്ട് കാര്യവുമില്ല. അന്ന് ഞാൻ ആഭരണങ്ങൾ ഉപയോഗിച്ചില്ല. ഇന്ന് ഞാൻ സ്നാനപ്പെട്ട പെന്തക്കോസ്തിലാണ്, പക്ഷേ ഇന്ന് ഞാൻ ആഭരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ ഭർത്താവ് എന്നെ നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാൻ ഇന്ന് ആഭരണങ്ങൾ ഉപയോഗിക്കുന്നത്. ആ ഭർത്താവ് എന്നോട് പറഞ്ഞ മറുപടി, ഞാൻ അദ്ദേഹത്തെ വീണ്ടും കാണും, അടുത്ത ദിവസം തന്നെ കാണും. അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടി, എൻ്റെ ഭാര്യ ജോലി ചെയ്യുന്ന സ്ഥലം അല്പം ചൂടായിട്ടൊക്കെ ആളുകളോട് സംസാരിക്കേണ്ട സ്ഥലമാണ്. ഒരു പബ്ലിക്കുമായി ഇടപെടുന്ന ഒരു ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്, ഗവൺമെൻറ് ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. അല്പം ഷൗട്ട് ചെയ്യുകയും മുഷിഞ്ഞ് സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പെന്തക്കോസ്തുകാരിയാണ് ഇവൾ എന്ന ഒരു പേര് ജനത്തിൻ്റെ ഇടയിൽ പോകാതിരിക്കാൻ ആഭരണം ഇടാൻ ഞാൻ നിർബന്ധിച്ചതാണ്. ആഭരണം ഇല്ലാതെ കാണുമ്പോൾ ഭക്തിയുടെ വേഷം കാണും. കർത്താവ് പറഞ്ഞു, ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്ന ഒരു വിഭാഗം എഴുന്നേൽക്കും. ഇസ്രായേലിന് അങ്ങനൊരു കാലമുണ്ടായി. അവർ ഭക്തിയുടെ വേഷം ധരിച്ചു, അതിൻ്റെ ശക്തിയെ ത്യജിച്ചു. ഇന്ന് നാമധേയ പെന്തക്കോസ്ത് വിഭാഗത്തിൽ പാസ്റ്റർ വി. എ. തോമസ് ഒക്കെ വിളിക്കുന്ന ഭാഷാ ശൈലി എനിക്ക് ഓർമ്മയുണ്ട്. നാമധേയ മതമേ എന്ന് വിളിക്കുന്ന ഒരു വിഭാഗം എനിക്ക് ഓർമ്മയുണ്ട്. നാമധേയ പെന്തക്കോസ്തുകാർ അല്ലെങ്കിൽ വേർപെട്ടുവെന്ന് പറയുന്നവർ ഭക്തിയുടെ വേഷം ധരിച്ചുകൊണ്ട് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്ന ഒരു കാലഘട്ടത്തെ ഇത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. യേശു ഫലമന്വേഷിച്ചു ചെന്നു, ഫലം അതിൽ കാണായികയാൽ യേശു അതിനെ ശപിച്ചു. അതുപോലെ തന്നെ എസെക്കിയേൽ 37 ഒരു പ്രവചന ഭാഗത്ത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന, ചിതറിക്കിടക്കുന്ന അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു രംഗം പ്രവാചകനെ എസെക്കിയേലിനെ കാണിച്ചു വെച്ച് പറഞ്ഞു, പ്രവാചക, ഈ അസ്ഥികളെ ജീവിപ്പിക്കേണ്ടതിന് ഞാൻ നിന്റെ നാവിൻ്റെ മേൽ പ്രവചനത്തിൻ്റെ ആത്മാവിനെ തരും. ഇന്ന് പകൽ പ്രവചനത്തിൻ്റെ ആത്മാവിനെ സ്വർഗത്തിലെ ദൈവം തന്നവരെ, നിങ്ങളുടെ വിശുദ്ധ നാവുകളിൻ്റെ മേൽ ആ ആത്മാവിനെ വഹിക്കുന്നവരെ, കർത്താവിൻ്റെ നാമത്തിൽ ചിലതിനോട് വേർതിരിയുവാൻ ആവശ്യപ്പെട്. നിങ്ങളുടെ കൽപ്പനയുടെ മുമ്പിൽ, പ്രവചനത്തിൻ്റെ മുമ്പിൽ ഉണങ്ങിയ അസ്ഥികൾ എഴുന്നേറ്റ് മതിയാകൂ. ആ ദൂതുകളുടെ കൂട്ടത്തിൽ ഇന്നത്തെ ദൂതും ആയിരിക്കട്ടെ. ഒരു രാഷ്ട്രമെന്ന രീതിയിൽ ഇസ്രായേൽ ആക്രമിക്കപ്പെടുകയും അവർ തകരുകയും ചെയ്തു. ഒന്ന്, അവർ ഉണങ്ങി മാറി. രണ്ട്, അവർ അസ്ഥിത്താഴ്വരകളായി മാറി. ഒരു രാഷ്ട്രമായി അവർ ഇരിക്കുമ്പോൾ തന്നെ 46 പ്രാവശ്യം അവരെ ശത്രുക്കൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. 46 പ്രാവശ്യം, 30 പ്രാവശ്യം പാർഷ്യലി ഡിസ്ട്രോയിഡ്, ഏറെക്കുറെ നശിച്ചുവെന്ന് പറയുവാൻ 30 പ്രാവശ്യങ്ങൾ, 25 പ്രാവശ്യം അവരുടെ ഗവൺമെൻറ്റുകൾ ചേഞ്ചായി. വ്യത്യസ്ത ഗവൺമെൻറ്റുകൾ, 25 വ്യത്യസ്ത ഗവൺമെൻറ്റുകൾ അവരെ ഭരിച്ചു. ആകപ്പാടെ അവർ തകർന്നു. തിരിച്ചു വന്നത് 1948 ഏറെക്കുറെ ഉണങ്ങിപ്പോയ ഒരസ്ഥയുടെ രൂപം കർത്താവ് കാണിച്ചു. പെന്തക്കോസ്തുകാർ അല്ലെങ്കിൽ ഞാനും നിങ്ങളും മറക്കരുതാത്ത ഒരു കാര്യമുണ്ട്. ഈ കർണാടകത്തിൻ്റെ ഒരു ഭാഗത്തുള്ള ഒരു ഇടത്ത് ഒരു പുതിയ ചർച്ച് സ്ഥാപിക്കപ്പെട്ടു. എനിക്ക് നിങ്ങൾ പാസ്റ്ററെ, അവിടെ അടുത്തൊരു സഭ വരുവാനുള്ള കാരണം അവിടെ ഉണ്ടായിരുന്ന സഭ ഞങ്ങളുടെ സഭയാണ്. വി ഫെയിൽ ടു പേ ദ ബിൽ. ഞങ്ങളെ ദൈവം ഏൽപ്പിച്ച കർമ്മങ്ങൾ ചെയ്യുവാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയി. ഞങ്ങളെ ദൈവം ഏൽപ്പിച്ച ദൈവിക ദൗത്യം നിർവഹിപ്പാൻ ഞങ്ങളുടെ സഭയ്ക്ക് കഴിയാതെ പോയതിനാൽ മറ്റൊരു സഭയെ കൊണ്ടുവരേണ്ടത് ദൈവത്തിൻ്റെ കാര്യമായിരുന്നു. ഞാൻ അനേക പ്രാവശ്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ന്യൂഡൽഹിയിലായിരിക്കുന്ന ഒരു സമയത്ത്, ഒരു പ്രത്യേക സമയത്ത്, ഞാൻ ആ സ്ഥലത്തിൻ്റെ പേര് ജനക്പുരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വേല തുടങ്ങുവാൻ പരിശുദ്ധാത്മാവ് എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ നോക്കിയിട്ട് എൻ്റെ 7 ദിവസവും ഞാൻ എൻഗേജ്ഡായി. 7 ദിവസവും കമ്മിറ്റഡാണ്. എനിക്ക് ഒരു ദിവസം ആ സ്ഥലത്ത് പോകാനില്ല. 3 പ്രാവശ്യം ദൈവാത്മാവ് എന്നോട് അവിടെ വേല തുടങ്ങാൻ ആവശ്യപ്പെട്ടു. പിന്നാട്ടെന്ന് ഞങ്ങൾ ചേർന്ന് പറഞ്ഞു. 4ാമത്തെ പ്രാവശ്യം പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നിനക്ക് സമയമില്ലല്ലോ, ഞാൻ വേല ചെയ്യുന്നവരെ ഏൽപ്പിച്ചോളാം. 4ാം പ്രാവശ്യം ഞാൻ അതുവഴി പോകുമ്പോൾ കാണുന്നത് വേറൊരു ചർച്ചിൻ്റെ ബോർഡ് അവിടെ ഇരിക്കുന്നത് കണ്ടു. എന്നെ കൊണ്ട് വേല ചെയ്യാൻ കൊള്ളുകയില്ലെങ്കിൽ കർത്താവ് വേറൊരുത്തനെ ഏൽപ്പിക്കും. ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്ന് എടുത്ത് അതിന് ഫലം കൊടുക്കുന്ന ജാതിക്ക് ഏൽപ്പിക്കും എന്ന് പറഞ്ഞതുപോലെ യഹൂദൻ്റെ കയ്യിൽ നിന്ന് ദൈവരാജ്യം പിടിച്ചെടുക്കേണ്ടതായി വന്നു. മറക്കരുത്, ആ സ്ഥാനത്തേക്ക് ടെമ്പററി ആയി ഞാനും നിങ്ങളും ആക്ട് ചെയ്യേണ്ടവരാണ്. ഞാൻ റീപ്ലേസ് ചെയ്തെന്നല്ല പറഞ്ഞത്, ടെമ്പററി ആയി നാം ആക്ട് ചെയ്യേണ്ടവരാണ്. നാം അങ്ങോട്ട് പോയേ മതിയാകെ ഉള്ളൂ. മെയ്
1948 മെയ് മാസം 14-ാം തീയതി വൈകിട്ട് 4 മണിക്ക് ഇസ്രയേൽ ഒരു രാഷ്ട്രമായി തീർന്നിരിക്കുന്ന പ്രഖ്യാപനം നടക്കുകയും തുടർന്ന് 11 മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് അത് അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വരികയും ചെയ്തു. അങ്ങനെ അത്തിയിൽ ഫലം കായ്ച്ചു തുടങ്ങി. ഞാൻ എൻ്റെ മേളത്തെ ഏറ്റത്തിൽ 2 അത്തിപ്പഴം വെച്ചിട്ടുണ്ട്. അത്തി ഫലം കായ്ച്ച് തുടങ്ങി. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ആ വാക്കായിരുന്നു കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ആഴ്ചയിൽ ഇന്നും അതിശക്തമായി ഉയരുന്ന വാക്ക്. ഇത് കണ്ട തലമുറ, അത്തി തിരിച്ച് തളിർക്കുന്നത് കണ്ട തലമുറ, ആ അസ്ഥികൾ തിരികെ ജീവിക്കുന്നത് കണ്ട തലമുറ, ഈ തലമുറ ഇതൊക്കെയും സംഭവിക്കുവോളം ഒഴിഞ്ഞു പോകുകയില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. യേശു പറയുന്നതെല്ലാം സത്യമാണെങ്കിലും അധിക യാഥാർത്ഥ്യം കൊടുക്കേണ്ടതിന്, അധികം ഇംപ്രസ് ചെയ്യേണ്ടതിന് യേശു പറയുന്ന പദമാണ് ഇതൊക്കെയും സംഭവിക്കുവോളം. മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ വാക്യമാണ്. ദയവായി ഒന്ന് വായിച്ചാട്ടെ. മത്തായിയുടെ സുവിശേഷം 24-34. ഞാൻ 4 പ്രാവശ്യം എങ്കിലും ഇത് വിശദീകരിച്ചതാ. എന്തുകൊണ്ട് ഒന്നുകൂടെ ആരും കേൾക്കാതെയും ഗവനിക്കാതെയും പോയി എന്ന് വരരുത്. മത്തായി 24-34. ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. 35 കൂടെ. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുമെങ്കിലും ഒഴിഞ്ഞു പോകാത്ത ഒരു നിത്യസത്യം എൻ്റെ യേശു വിളിച്ചു പറഞ്ഞതാണിത്. ഇതൊക്കെയും ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ 1948 കണ്ടവരിൽ ഒരാളാണ് ഞാൻ. ഇതൊക്കെയും സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് വാതുക്കൽ എന്നറിഞ്ഞ് എഴുന്നേറ്റ് തലകളെ ഉയർത്തുക. സകലതും സംഭവിക്കുവോളം ആ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല. ആകാശവും ഭൂമിയും മാറിയേക്കാം, എൻ്റെ വാക്ക് മാറുകയില്ല എന്ന് യേശുവും പറഞ്ഞു. ലൂക്കോസ് 21-ലും ഇതൊക്കെ തന്നെയാണ് കാണുവാൻ കഴിയുന്നത്. ഫിഗ് ട്രീയെ കുറിച്ച് കാണാം. അത്തി മുതലായ വൃക്ഷങ്ങൾ, അത്തി മാത്രമല്ല മുതലായ വൃക്ഷങ്ങൾ. ഞാൻ പറഞ്ഞു, ആ ഒരു 10-12 വർഷങ്ങൾ എടുത്താൽ ആ കാലഘട്ടത്തിനകം ഇസ്രയേൽ മാത്രമല്ല, ഭൂമിയിൽ 186 രാജ്യങ്ങളാണ് രൂപീകരിക്കപ്പെട്ടത്. കൊളോണിസത്തിൽ നിന്ന് വെളിയിൽ വരുന്നതും സ്വതന്ത്ര രാജ്യങ്ങളായി പ്രഖ്യാപിക്കപ്പെടുന്നതും അതിർത്തികൾ നിർണയിക്കപ്പെടുന്നതുമായ 186 രാജ്യങ്ങൾ ആ തലമുറ കണ്ടതാണ്. അത്തി മുതലായ വൃക്ഷങ്ങൾ തളിർക്കുവോളം ലോകത്തിൽ നിന്ന് തുടച്ചു മാറ്റുവാൻ കഴിയാതെ ഈ വചനങ്ങൾ മുദ്രയിട്ട് ഉറപ്പിക്കപ്പെട്ടു. എൻ്റെയും നിങ്ങളുടെയും മുൻപിൽ കിടക്കയാ. ഇന്ന് നമുക്ക് വേൾഡ് മാപ്പുണ്ട്. കണ്ടിട്ടില്ലാത്തവരുണ്ടെന്ന് പറഞ്ഞാൽ കള്ളമാണ്. എല്ലാവരും കണ്ടിട്ടുണ്ട്. എന്തേ നിങ്ങൾ കണ്ടത്? എൻ്റെ യേശുവിൻ്റെ വചനത്തിൻ്റെ പൂർത്തീകരണമാണ് നിങ്ങൾ കണ്ടത്. 186 രാജ്യങ്ങളാണ്, സാമ്രാജ്യങ്ങളാണ് രൂപീകരിക്കപ്പെട്ടത്. യേശു തിരിച്ചു വന്നു, ഈ അത്തിയിൽ ഫലം കണ്ടു. ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് യേശു പറഞ്ഞത്, അത്തി മുതലായ വൃക്ഷങ്ങൾ തളിർക്കുമ്പോൾ വേദന അറിഞ്ഞു എന്നറിയുക. ഈ തലമുറ തളിർപ്പ് കണ്ട എൻ്റെ തലമുറ എന്ന് ഞാൻ എടുത്തു പറഞ്ഞ തളിർപ്പ് കണ്ട എൻ്റെ തലമുറ. അടുത്ത് നമ്മൾ കണ്ടായിരുന്നു ഈ തലമുറകൾ, പീഡകൾ കണ്ട ഈ തലമുറകൾ. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ ഞാനിത് നിങ്ങൾ ഇടറിപ്പോകാതിരിക്കേണ്ടതിന് പറയുകയാണ്. ആ അന്ത്യകാലമാകുമ്പോൾ നിങ്ങൾക്ക് എതിർപ്പുകൾ ഉണ്ടാകും. കഴിഞ്ഞ ആഴ്ചയിൽ പറയാത്ത ചില പദങ്ങൾ ഞാനൊന്ന് ചേർത്ത് പറയട്ടെ. നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കും, പള്ളികളിൽ നിങ്ങളെ കയറ്റത്തില്ല. പള്ളികൾക്കും കോയ്മകൾക്കും മുൻപാകെ നിങ്ങളെ കൊണ്ടുവരികയും നിങ്ങൾ എൻ്റെ നാമനിമിത്തം പലതും സഹിക്കേണ്ടതിന് അവിടെ നിൽക്കുകയും ചെയ്യും. എൻ്റെ ചെറിയ പ്രായത്തിൽ പെന്തിക്കോസിൽ പോയവരെ മറ്റാരും കയറ്റത്തില്ലായിരുന്നു, ആരും അടുപ്പിക്കത്തില്ലായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസവും ഇവിടെ എടുത്തു പറഞ്ഞു, കഴിഞ്ഞ തലമുറയെ ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഒരു ബാർബർ പെന്തക്കോസ്തുകാരൻ്റെ മുടി വെട്ടിയാൽ പിന്നെ ആ ബാർബറെ വേറൊരാൾ മുടി വെട്ടാൻ വിളിക്കത്തില്ലായിരുന്നു. തുണി കഴുകുന്ന ഒരാൾ പെന്തക്കോസ്തുകാരൻ്റെ തുണി കഴുകിയാൽ പിന്നെ അവൻ്റെ കയ്യിൽ തുണി കഴുകാൻ ആരും കൊടുക്കത്തില്ലായിരുന്നു. പെന്തക്കോസ്തുകാർക്ക് ബസ്സിൽ പ്രവേശനം നിഷേധിച്ചിരുന്നു. പെന്തക്കോസ്തുകാർക്ക് ബോട്ടുകളിൽ യാത്ര നിഷേധിച്ചിരുന്നു. അവർ പൊതുവിൽ നിന്ന് അകറ്റപ്പെട്ടിരുന്നു. ഇന്ന് വടക്കേ ഇന്ത്യയിൽ ഒരുവൻ പെന്തിക്കോസ്തലായി എന്ന് പറഞ്ഞാൽ, ഒരുവൻ ക്രിസ്ത്യാനിയായി എന്ന് പറഞ്ഞാൽ ഗ്രാമം വിലക്കും, ഊര് വിലക്കൊണ്ട് കിണറ്റിൽ നിന്ന് വെള്ളം കോരിക്കത്തില്ല. നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും. കോയ്മകൾക്ക് മുൻപാകെ നിങ്ങളെ കൊണ്ടു നിർത്തും. ഇടപ്രഭുക്കന്മാരുടെ മുൻപാകെ നിങ്ങളെ കൊണ്ടു നിർത്തും. ആരെങ്കിലും ഒരുത്തൻ പെന്തക്കോസ്തിൻ്റെ വിശ്വാസം അതിൻ്റെ യാഥാർത്ഥ്യത്തിൽ അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ അവനെ കൺവെൻഷൻ വിളിക്കരുതെന്ന് പറഞ്ഞ് പരസ്യങ്ങൾ പോകുന്നത് എനിക്ക് നന്നായി അറിയാം. ഇതൊക്കെ ഞാൻ അനുഭവിച്ചതാ.
ഇതിലെ ഈ പ്രവചനങ്ങളെല്ലാം ബഥേൽ കണ്ടതാ. നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കുന്ന ഒരു സമയം വരും. മാത്രവുമല്ല, ഇന്ന് വന്നിരിക്കുന്നത് പോലെ നിങ്ങളെ കൊല്ലുന്നവൻ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്നുള്ള രംഗം വരും. ഒരു രക്തസാക്ഷിയായി ഒരു ദൈവപൈതൽ മരിക്കുമ്പോൾ ഒരു പൈശാചിക ശക്തിക്ക് അവൻ്റെ രക്തം കൊണ്ട് വിരുന്നു കൊടുക്കുകയാണ്, യാഗമായി ഇവൻ മാറുകയാണ് എന്നൊരു ധാരണ ജനത്തിൻ്റെ ഇടയിൽ കയറുകയും ഇന്ന് നടക്കുന്ന കൂട്ടക്കുരുതിയും കൊലയും അതിൻ്റെ ഭാഗമായി മാറുകയും ചെയ്യുന്നുവെന്ന് ഓർമ്മിപ്പിച്ച് ഞാൻ മുന്നോട്ട് പോകട്ടെ. ഭയങ്കര പീഡകൾ കണ്ട ഈ തലമുറ ഓരോ ദിവസവും എത്ര ആയിരം പേരെ വീതം ഉപദ്രവിക്കുന്നു, പള്ളികൾ പൊളിക്കപ്പെടുന്നു. ഈ തലമുറ ഇതൊക്കെയും തീരുവോളം ഒഴിഞ്ഞു പോകയില്ല എന്ന് ഞാൻ പറയുന്നു. പീഡകൾ കണ്ട ഈ തലമുറ മുന്നോട്ടങ്ങ് പോവുകയാണ്. എബ്രായ ലേഖനം 10:34 തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചു, വസ്തുക്കളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചു. വില്ലേജുകളിലേക്ക് ശത്രു കയറിയാൽ ക്രിസ്തീയ ഭവനങ്ങളെ ആക്രമിക്കുകയും അവരെ ലൂട്ട് ചെയ്യുകയും ചെയ്തുവെന്ന് പത്രത്തിൽ ഇന്ന് നിങ്ങൾ വായിക്കുന്നതാണ്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ അധ്യായത്തിലെ വാക്യത്തിലെ പ്രവചനമെന്ന് മറക്കരുത്. നിങ്ങളുടെ വസ്തുവകകളെ അപഹരിക്കുന്നതായ ഒരു സമയം വരും. ഏതായാലും ക്രിസ്ത്യാനിയായതല്ലേ, അവൻ്റെ വസ്തുവകകൾ കണ്ടെടുക്കാം. സമ്പത്തുകളുടെ അപഹാരവും അവർ സന്തോഷത്തോടെ സഹിച്ചു. ഇന്നത് സഹിക്കുന്നവർ പലരുമുണ്ട്. ചില വീഡിയോകൾ നിങ്ങളുടെ മുമ്പിൽ വെക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചെങ്കിലും സമയക്കുറവ് പ്രധാന കാരണം ഞാൻ വെച്ചില്ല. ഇരുന്നാരാധിക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് മഴ പെയ്യുന്ന സ്ഥലങ്ങളിൽ ഇടങ്ങളിൽ വെള്ളത്തിനകത്ത് മുട്ടുകുത്തിയും റോഡുകളിൽ നിന്നും ദൈവത്തെ ആരാധിക്കുന്ന ചിത്രങ്ങൾ കാണാത്തവർ ഇന്നിവിടെ ഇരിക്കുന്നവരുടെ കൂട്ടത്തിലല്ല. ഇതൊക്കെയും സംഭവിച്ചു തീരുവോളം ഈ കണ്ട തലമുറ ഒഴിഞ്ഞു പോകയില്ല. നമ്മുടെ തലമുറ വിശേഷപ്പെട്ട തലമുറയാണ്. ഈ തലമുറ അറിവ് വർദ്ധിപ്പിക്കുന്ന ഈ തലമുറയാ. ദാനിയേലിൻ്റെ പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ അന്ത്യകാലം വരുന്നവരെ നീ പോയി വിശ്രമിക്കുക ദാനിയേലേ, ഇത് എഴുതി വെക്കുകയായിരുന്നു നിന്റെ കടമ, നിന്നെ കൊണ്ട് ഞാൻ ഇത് എഴുതിച്ചു. ദാനിയേലേ പോയി വിശ്രമിക്ക്, കാലം അവസാനിക്കും. കാലം അവസാനത്തെങ്കിൽ നീ എഴുന്നേറ്റ് വരും. കാലം അവസാനിക്കുന്നതോടെ കാലയവനികയ്ക്കുള്ളിൽ അനേകർ മറഞ്ഞൊടുങ്ങും. അങ്ങ് അവസാനിക്കത്തില്ല ദാനിയേലേ, അങ്ങ് മടങ്ങി വരും. എന്തിന്? ചെയ്ത വേലയുടെ പ്രതിഫലം വാങ്ങുവാൻ. ഇന്ന് ഇതിനകത്തിരിക്കുന്നവർക്കായി എൻ്റെ കർത്താവിനെ സ്തുതിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരിൽ അനേകർ ഓട്ടമോടി തികച്ച ശേഷം നിത്യതയിൽ വിശ്രമിക്കുന്നത് നമുക്ക് നല്ല ഓർമ്മയാണ്. കർത്താവേ ആയുസ് നീട്ടിത്തരണമേ എന്ന് പല പ്രാവശ്യം പ്രാർത്ഥിച്ചെങ്കിലും ദൈവത്തിന് തിരിഹിതമല്ല അഞ്ഞിട്ടില്ലതിനാൽ ദൈവം നിത്യതയിലേക്ക് വിളിച്ചവരുണ്ട്. ദാനിയേലേ പോയി വിശ്രമിക്ക്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യനായി നിയമിച്ചതാണ്. അങ്ങ് ഈ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് അങ്ങും ദൈവത്തിന് ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. അങ്ങ് മറുപടി പ്രാപിപ്പാൻ വരും. പക്ഷേ അനേകർ നിന്റെ എഴുത്തുകളെ ശോധന ചെയ്യും, അവരുടെ ജ്ഞാനം വർദ്ധിപ്പിക്കും. കഴിഞ്ഞ ദിവസമൊക്കെ എന്നെ പിടിച്ചു കുലുക്കിയ ചില യാഥാർത്ഥ്യങ്ങൾ ഞാൻ കാണുകയുണ്ടായി. ഞാൻ പറഞ്ഞല്ലോ പലതും കാണിക്കണമെന്ന് എനിക്കുണ്ടെങ്കിലും ഒത്തിരി കാരണങ്ങളാൽ കഴിയത്തില്ല. ആൽബർട്ട് ഐൻസ്റ്റൈനെ കുറിച്ച് ഒരു 3-4 ലേഖനങ്ങൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. ഒരു വീഡിയോ പ്രഭാഷണവും കേട്ടു. ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ നിന്ന് വലിപ്പമേറിയ ഒരു ട്രങ്ക് എനിക്ക് തോന്നുന്നത് അതിൻ്റെ പിക്ചർ കണ്ടിട്ട് ഏറെക്കുറെ നമ്മുടെ കർത്തൃമേശ എടുത്തു വെക്കുവാൻ ഉപയോഗിക്കുന്ന ഈ മേശയുടെ വലിപ്പം വരുന്ന വലിപ്പമേറിയ ഒരു ട്രങ്ക് അദ്ദേഹത്തിനുണ്ടായിരുന്നു. താൻ ജീവനോടിരുന്ന കാലത്ത് ആരും അത് ശ്രദ്ധിച്ചില്ല. തുടർന്ന് താൻ അതിനകത്തെ ലെറ്ററുകളിൽ നിന്ന് ആളുകൾ എടുത്തു പറയുന്നത് തൻ്റെ സമയത്തിൻ്റെ 20% മാത്രമേ ശാസ്ത്രീയ പരീക്ഷണങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. ശാസ്ത്രത്തെ കുറിക്കുന്നതിൻ്റെ പ്രധാന അറിവുകൾ ലഭിച്ചിരുന്നത് ബൈബിളിൽ നിന്നാണ്. തൻ്റെ സമയത്തിൻ്റെ 40% ബൈബിൾ പഠിക്കുവാൻ ആ മഹാമനുഷ്യൻ ഉപയോഗിച്ചു. വേറൊരു 40% മറ്റൊരു കാര്യത്തിനായിരുന്നു. പോട്ടെ, 40% സമയം ബൈബിൾ പഠിക്കുവാൻ. നിശ്ചയമായി മറുവശവും കൂടെ പറഞ്ഞേക്കാം, ദൈവത്തിൻ്റെ ശത്രുവിനെ കുറിച്ച് പഠിക്കുവാൻ താൻ 40% സമയം എടുത്തു. 40% സമയം ദൈവത്തെക്കുറിച്ച് പഠിക്കുവാൻ ബൈബിൾ എടുത്തു. ആ പഠനത്തിൽ നിന്ന് തനിക്ക് ലഭിച്ച വിവരങ്ങൾ മാത്തമാറ്റിക്കൽ രൂപത്തിലാക്കി പുറത്തു കൊണ്ടുവന്നതാണ് ഇന്ന് നമ്മൾ കാണുന്നതായ ഫിസിക്സിൻ്റെ ബേസ്. അദ്ദേഹം കൊണ്ടുവന്നതായ ബേസ് 20% സമയമാണ്. ദാനിയേലേ അങ്ങ് പൊയ്ക്കോ, ഈ പുസ്തകം അടച്ച് സീൽ ചെയ്തേക്ക്. പലരും ശോധന ചെയ്യും, ചിലർ അവരുടെ ജ്ഞാനം വർദ്ധിപ്പിക്കും. ജ്ഞാനം വർദ്ധിപ്പിച്ചവർക്കായി എൻ്റെ കർത്താവിനെ വാഴ്ത്തുകയാണ്. തിരുവചനം വായിച്ച് ജ്ഞാനം വർദ്ധിപ്പിക്കുവാൻ നമ്മിൽ ചിലർക്കും കൂടെ ഏൽപ്പിക്കപ്പെടാം. വളർന്നു വരുന്ന യുവതലമുറയെ നിങ്ങളിൽ ചിലരെ ദൈവം ഉപയോഗിക്കട്ടെ. അസാമാന്യമായ കണ്ടുപിടുത്തങ്ങൾക്കായി ദൈവിക പരിജ്ഞാനത്തിൽ വളരുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കുവാൻ ഞാനും നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ദാനിയേൽ 12:13 നീയോ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക, കാല അവസാനത്തിങ്കിൽ നീ ഓഹരി വാങ്ങിപ്പാൻ മടങ്ങി വരും.
കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ തൊട്ടു. ഡെവലപ്മെൻറ്റ്സ് കണ്ട തലമുറയാണിത്. അറിവ് വർദ്ധിപ്പിക്കുന്ന തലമുറയാണ് എൻ്റെ തലമുറ. യാത്രാ വേഗത കാളവണ്ടികളായിരുന്നു എൻ്റെ ജീവിതത്തിൻ്റെ ആരംഭത്തിങ്കൽ. അടുത്തുള്ള റോഡേ കൂടെ ഒരു കാറ് പോകുന്ന ശബ്ദം കേട്ടുകൊണ്ട് കാറൊന്ന് അടുത്ത് കാണാൻ ഞാൻ ഓടിയിട്ടുണ്ട്. ഞാൻ എൻ്റെ കാര്യമാണ് തൊടുന്നത്, വേറൊന്നല്ല. അങ്ങ് ചെല്ലുമ്പോഴത്തേക്ക് കാറ് പോയി, അതിൻ്റെ പുക കാണാം, അവിടെ പറന്ന് കിടക്കുന്ന പൊടിപടലം കാണാം. ആ കാലത്ത് നിന്നാണ് ഇന്നത്തെ കാലത്തേക്ക് ഞാൻ വന്നത്. 1000 കിലോമീറ്റർ വേഗതയിൽ യാത്ര ചെയ്യുന്ന പ്ലെയിനുകളിൽ യാത്ര ചെയ്യുവാൻ കൃപയാൽ സ്വർഗത്തിലെ ദൈവം പദവി തന്നു. 10,000 കിലോമീറ്റർ വേഗതയിൽ യാത്ര ചെയ്യുന്ന, അല്ല 40,000 കിലോമീറ്റർ വേഗതയിൽ യാത്ര ചെയ്യുന്ന ബാഹ്യാകാശ പേടകങ്ങൾ കാണുവാൻ കർത്താവ് കൃപ തന്നു. 10 കിലോമീറ്ററിൽ നിന്ന് പോയതാണ്. കെമിസ്ട്രിയുടെ ഡെവലപ്മെൻറ്റ് കണ്ട തലമുറയാണ് എൻ്റെ തലമുറ. ഫിസിക്സിൻ്റെ ഡെവലപ്മെൻറ്റ് കണ്ട തലമുറയാണ് എൻ്റെ തലമുറ. ഈ തലമുറ ഒഴിഞ്ഞു പോകുന്നതിന് മുന്നമേ പലതും സംഭവിച്ചേ മതിയാകെ ഉള്ളൂ. വിറകടുപ്പിൽ നിന്ന് ഇന്ന് കാണുന്ന സമ്പ്രദായങ്ങളിലേക്ക്, കുക്കിംഗ് ഡിവൈസസിലേക്ക് ഉയരുന്നത് കണ്ടതാണ്. മൈക്രോവേവ് ഓവണിലേക്ക് വരുന്നത് കണ്ടതാണ്. ചാണകവും കരിയും മെഴുകിയ രാജകൊട്ടാരങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ പ്രായമുള്ളവർക്കൊക്കെ വേണമെങ്കിൽ കാണാവുന്നതേ ഉള്ളൂ. ഇന്നും നിലവിലുണ്ട്. അവിടെ നിന്ന് ഏതെല്ലാം തരങ്ങളിലുള്ള തറയോടുകളും ഗ്രനൈറ്റ് സമ്പ്രദായങ്ങളും വരെ കാലം ആകപ്പാടെ മാറി. ഓലമേഞ്ഞ വീടുകളിൽ പേര് പറയാൻ അറിയാൻ വയ്യാത്ത റൂഫിങ്ങുകൾ കൊണ്ടുവരുന്ന കണ്ട ഈ തലമുറ, ഓ ഗോഡ്, ഈ തലമുറ ഒഴിഞ്ഞു പോകണമെങ്കിൽ ഈ കാര്യങ്ങൾ കണ്ടേ മതിയാകും. വാതുക്കലാണ് യേശുവിൻ്റെ മടങ്ങി വരവെന്നറിഞ്ഞ് എഴുന്നേറ്റ് തലകളെ ഉയർത്താം. സമയമില്ലാത്ത ഈ പരിതസ്ഥിതിയിൽ എന്തേ പാസ്റ്റർ വർഗീസ് ഇത്രയും പ്രാവശ്യം ഇത് ആവർത്തിക്കുന്നു? കുഞ്ഞെ, ഒരാളും കൂടി ഇത് കേൾക്കാതെ പോകരുത്. അതുകൊണ്ടാണ് കേവലം ബഥേൽ മാത്രമല്ല, ലോകവ്യാപകമായ മലയാളം കമ്മ്യൂണിറ്റിയിൽ ദൈവമേൽപ്പിച്ച ചുമതലയ്ക്കകത്ത് നിന്നുകൊണ്ട് കർത്താവ് തന്ന സാഹചര്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ചിലത് പറയുവാൻ ദൈവം തന്ന കൃപയ്ക്കായി കർത്താവിനെ വാഴ്ത്തുകയാണ്. മറക്കരുത്, ഇത് അങ്ങനെ ഒരു കട്ടിങ് ഞാൻ ഒരു ന്യൂസിൽ നിന്ന് എടുത്തതാണ്. Satan is very much active now. അവൻ്റെ പഴയ കാലങ്ങൾ കഴിഞ്ഞു, അവൻ അടുത്ത പദത്തിലേക്ക് മാറി. ബിയോണ്ട് ടുഡേയ്സ് സീരീസ്, ഇന്ന് നിങ്ങൾ കാണുന്നതിനപ്പുറത്ത്, എൻ്റെയും നിങ്ങളുടെയും കണ്ണിൻ്റെ മുമ്പിൽ വരുന്നതിനപ്പുറത്തായിട്ട് സാത്താൻ വെളിപ്പെടുന്ന ചില രംഗങ്ങളുണ്ട്. അവൻ്റെ മുഖം മൂടികൾ മാറ്റി അവൻ രംഗത്ത് വരികയാണ്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ, ഏതാണ്ട് 3 വർഷം മുമ്പേ ഞാൻ ഈ വാക്യം തൊട്ടതാണ്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ ദയവായി വായിക്കാമോ? മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കേണ്ടതിന്, മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒക്കെയും കൊല്ലേണ്ടതിന്, മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുക്കുവാൻ അതിന് ബലം ലഭിച്ചു. ദയവായി വായിച്ചാട്ടെ. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെയൊക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. ഇത് ഒരു മൃഗത്തെക്കുറിച്ച് പറയുന്നതാ. 2 മൃഗങ്ങളെ 13-ാം അധ്യായത്തിൽ കാണിക്കുന്നുണ്ട്. അതിൽ 2ാമത്തെ മൃഗത്തെക്കുറിച്ച് പറയുന്നതാ. 1-ാമത്തെ മൃഗത്തെ നമസ്കരിക്കേണ്ടതിന് എല്ലാവരെയും പ്രേരിപ്പിക്കുവാൻ, 1-ാമത്തെ മൃഗത്തെ വിശ്വസിപ്പിക്കുവാൻ അഥവാ എതിർ ക്രിസ്തുവിനെ വിശ്വസിപ്പിക്കുവാൻ, എല്ലാവരെയും സമ്മതിപ്പിക്കുവാൻ 2ാമത്തെ മൃഗത്തിന് അവസരം ലഭിച്ചു. മനുഷ്യനെ കൊണ്ടത് വിശ്വസിപ്പിക്കേണ്ടതിന് അവൻ ആത്മാവിനെ കൊടുക്കുവാൻ 2ാം മൃഗത്തിന് കഴിഞ്ഞു. 2ാം മൃഗം ആത്മാവിനെ വരെ കൊടുക്കുന്നത് പ്രവചന ഭാഷയിൽ. 1959 ആരംഭിച്ച ടോക്കിംഗ് കമ്പ്യൂട്ടേഴ്സ്, സംസാരിക്കുവാൻ കഴിയുന്ന കമ്പ്യൂട്ടറുകൾ ഇതിൻ്റെ ഭാഗമായി ആളുകൾ ചിത്രീകരിച്ചു. ഗൂഗിൾ മൗത്ത് എന്നറിയപ്പെടുന്ന അലക്സിയെക്കുറിച്ച് എല്ലാവർക്കും അറിവുണ്ടായിരിക്കാം. അറിയാത്തവരുണ്ടെങ്കിൽ എന്നെപ്പോലെ കുറേ വിവരം കെട്ടവരെ കാണത്തുള്ളൂ. ബാക്കി എല്ലാവർക്കും അലക്സിയെ പരിചയമുണ്ട്. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് തെറ്റാത്ത മറുപടി പറയുവാനും, വീട്ടിലെ അത്യാവശ്യ ജോലികൾ അതിനെക്കൊണ്ട് ചെയ്യിക്കുവാനും, ലൈറ്റ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും മറ്റും കാര്യങ്ങൾ അലക്സിയെ കൊണ്ട് പറഞ്ഞു ചെയ്യിപ്പിക്കാനും കഴിയുന്ന ഗൂഗിൾ മൗത്ത് എന്നറിയപ്പെടുന്ന അലക്സി രംഗത്ത് വന്നിട്ട് കുറച്ച് നാളേ ആയുള്ളൂ. ഇതെല്ലാം ആത്മാവിന് തുല്യമായ എന്തൊക്കെയായി കണക്കാക്കുന്നു. അവിടുന്ന് ഞാൻ ഇങ്ങോട്ട് മാറാൻ പോകുകയാണ്. വി ഹാവ് റോബോട്ട്സ്. ഇത് ഞാൻ 3 വർഷത്തിന് മുമ്പൊന്ന് എടുത്തതാണ്. ഫാക്ടറികളിൽ ജോലി ചെയ്യുന്ന, ഏറ്റവും പ്രഷ്യസായ സർജറികൾ ചെയ്യുന്ന റോബോട്ട്സിനെ വരെ ആയിക്കഴിഞ്ഞു. എന്നാൽ കാലം തണ്ട് ഒരു കുതിപ്പൂടെ കൊതിച്ചു. ഒരു 2 വർഷമായിട്ട് പുരോഹിതന്മാരെ റീപ്ലേസ് ചെയ്ത, പ്രവാചകന്മാരെ റീപ്ലേസ് ചെയ്ത കമ്പ്യൂട്ടറുകൾ രംഗത്ത് വന്നു. ജർമ്മനിയിലെ പ്രീസ് കമ്പ്യൂട്ടറിനെ കുറിച്ച് ഒത്തിരി പരസ്യങ്ങൾ ഉണ്ടായിരുന്നു. എൻ്റെ അടുക്കൽ ഒത്തിരി പിക്ചർ കിട്ടിയിട്ടുണ്ട്, ഒത്തിരി പിക്ചർ. ഞാൻ മെനക്കെട്ട് ഇക്കാര്യങ്ങൾ ചിന്തിക്കുകയും പഠിക്കുകയും അറിയുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്.
പ്രവചന ശുശ്രൂഷ ചെയ്യുന്ന കമ്പ്യൂട്ടറുകൾ രംഗത്ത് വന്നു. ചില ചോദ്യങ്ങൾക്ക് ചെല്ലുന്നവർ മറുപടി പറയണം, ആണാണോ പെണ്ണാണോ, അങ്ങനെയൊക്കെ ആദ്യം തുടങ്ങിയത്. ഇന്ന് അവിടുന്നൊക്കെ മാറി. ആ മൃഗത്തിന് ആത്മാവ് ലഭിക്കുമെന്ന് പറഞ്ഞ കാലത്തിലേക്ക് ജർമ്മനി ഒത്തിരിയും കൂടെ വന്നു കഴിഞ്ഞു. ജർമ്മനിക്ക് എന്താ ഇത്രയും പ്രത്യേകത എന്ന് കഴിഞ്ഞ രാത്രിയിൽ എന്നോട് എൻ്റെ ഭാര്യ ചോദിച്ചു. ഞാൻ അവളാന്ന് തോന്നുന്നു ചോദിച്ചു. ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല. മറക്കരുത്, ജർമ്മനിയിൽ എന്തൊക്കെയോ ഒത്തിരി കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഒത്തിരി. നമ്മുടെ ഹിറ്റ്ലർ അവിടുത്തുകാരനാണെന്നറിയാവോ? ഒരു മനുഷ്യനെ കൊണ്ട് പച്ചയ്ക്ക് ചെയ്യുവാൻ ഒക്കാത്ത അത്രയും നാശനഷ്ടങ്ങൾ ലോകത്തിന് വരുത്തുവാൻ, ഇസ്രയേലിനെ വംശഹത്യ നടത്തുവാൻ ഒരു മനുഷ്യനെ കൊണ്ടൊക്കത്തില്ല. അദ്ദേഹത്തെ ബാധിച്ച ഒരു ദുരാത്മ വ്യാപാരമുണ്ട്. ആ വ്യാപാരങ്ങളുടെ സങ്കേത കേന്ദ്രങ്ങളിൽ ഒന്നാണ് ജർമ്മനി. ജർമ്മനിയിൽ ഇന്ന് പ്രാർത്ഥിക്കുന്ന പുരോഹിതന്മാരായി വർക്ക് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സ് ആയി കഴിഞ്ഞു. കണ്ടാൽ കൂടുതൽ ഒരു പുരോഹിതനെന്ന് തോന്നത്തക്കവണ്ണമുള്ള അടുത്ത കമ്പ്യൂട്ടറാണ് നിങ്ങൾ കാണുന്നത്. ലുക്സ് മോർ ആസ് എ പ്രീസ്റ്റ്, ഒരു പുരോഹിതനായി നിൽക്കുന്ന. ഈ പുരോഹിതന് ചില പ്രത്യേകതകളുണ്ട്. ഒരൊറ്റ മനുഷ്യൻ്റെ കുറ്റം പറയത്തില്ല. ഏത് തകരാറ് കാണിച്ച് ചെന്നാലും അനുഗ്രഹം മാത്രമേ പറയത്തുള്ളൂ. ഞാൻ പറഞ്ഞാൽ ഞാൻ മെനക്കെട്ട് പഠിച്ചതാണ്. അനേക പ്രവാചകന്മാരെ പിശാച് കഴിഞ്ഞ തലമുറയിൽ ഇതേ ലോക്കിട്ട് പൂട്ടി. ഒരൊറ്റ മനുഷ്യൻ്റെ ബലഹീനവശം വിളിച്ചു പറയാതെ, നന്മകൾ മാത്രം വിളിച്ചു പറയുന്ന, അനുഗ്രഹങ്ങൾ മാത്രം വിളിച്ചു പറയുന്ന ഒരു കാലഘട്ടത്തേക്ക് മാറിക്കഴിഞ്ഞു. ഇന്നത്തെ പുരോഹിതന്മാർ, കമ്പ്യൂട്ടർ പുരോഹിതന്മാർ അനുഗ്രഹിച്ചു വിടും. പ്രസംഗിക്കുവാൻ പ്രസംഗകരെ ഈസിയായി കിട്ടുവാൻ കമ്പ്യൂട്ടർ മതി എന്ന് പറയുന്ന ജർമ്മനി നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. ഇതൊന്നും ഞാൻ സൃഷ്ടിച്ചതല്ല കേട്ടോ, അവിടുന്ന് ഇവിടുന്നും കോപ്പി ചെയ്ത് എടുത്തതാ. മാത്രവുമല്ല, എത്രയോ ആധികാരികമാണെന്ന് എനിക്ക് ഉറപ്പില്ലാത്തതൊന്നും ഞാൻ പുറത്തു കൊണ്ടുവന്നിട്ടില്ല. അങ്ങനത്തെ ഒരുപാട് രേഖകൾ എൻ്റെ കയ്യിലുണ്ട്. ഇതെല്ലാം കഴിഞ്ഞു. AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഒരു പദം ഞാനങ്ങ് തൊട്ടോട്ടെ. ലോകത്തിലെ ഏറ്റവും ഉയർന്ന ആധുനിക നിലവാരം പുലർത്തുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യുവാൻ ഇന്ന് എൻ്റെ മുമ്പിൽ ഈ സഭായോഗത്തിനകത്തിരിക്കുന്ന ഒരു സഹോദരൻ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സർ സാധിക്കുന്നത് എന്ന് ഇൻ്റർവ്യൂ എടുക്കുന്നവരോട് ചോദിച്ചപ്പോൾ എലോൺ മസ്കിൻ്റെ ഗ്രൂപ്പിൽ നിന്നൊരാൾ പറഞ്ഞൊരു മറുപടിയുണ്ട്. ഭൂമിയിൽ എന്ത് ചെയ്യണമെന്നും എന്ത് കൊണ്ടുവരണമെന്നും ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇന്ത്യക്കാരായ ആളുകൾക്ക് ആശയങ്ങളുള്ളവരാണ്. ആശയം കയ്യിലിരിക്കട്ടെ, ഞങ്ങൾ പറയുന്നത് ചെയ്താൽ മാത്രം മതി. അതിനാണ് നിന്നെ റിക്രൂട്ട് ചെയ്യുന്നത്. കിട്ടുന്നുണ്ടോ? ഞങ്ങൾക്കറിയാം എന്ത് ചെയ്യണമെന്ന്. എന്തൊക്കെയാണ് ഭൂമിയിൽ നാളെ നടക്കേണ്ടത് ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. ആ കാര്യങ്ങളെ പ്രായോഗികമാക്കുവാൻ നിൻ്റെ കൂടെ ലേബർ വേണം. ആ ലേബർ പണിക്കാണ് നിന്നെ വിളിക്കുന്നത്. അത്രയും മാത്രം നീ അറിഞ്ഞാൽ മതി. പറയുന്നത് ചെയ്യുക. ഇന്ന് ഫിംഗർ പ്രിൻ്റുകൾ, നിങ്ങളുടെ ഫിംഗർ പ്രിൻ്റുകൾ ഒരുപാട് കമ്പ്യൂട്ടറുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഒരുപാട് മൊബൈൽ ഫോണുകൾ ഓൺ ചെയ്യണമെങ്കിൽ ഫിംഗർ പ്രിൻ്റ് വേണം. നിങ്ങളുടെ രൂപം മുഴുവനും കമ്പ്യൂട്ടർ എടുത്തു വച്ചിട്ടുണ്ട്. ഞാൻ മുൻപോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല, ചിലതിലേക്കെല്ലാം മാത്രം വന്നോളാം. ടുഡേ വി ഹാവ് ഇൻഫർമേഷൻസ് ഓൾ ഗിവൺ ടു ദ കമ്പ്യൂട്ടേഴ്സ്. ഞാൻ ആ ഭാഗം ഒന്നുകൂടെ തൊട്ടോളാം. തേണ്ടേ, വിവാഹം നടത്തുന്ന കമ്പ്യൂട്ടർ മനുഷ്യനെ കാണാം. വിവാഹം നടത്തുന്ന കമ്പ്യൂട്ടർ പുരോഹിതൻ. പെൺകുട്ടിയുടെ ആഗ്രഹത്തിന് ഒത്തവണ്ണം മാത്രമുള്ള വാചകങ്ങൾ അവളെ കൊണ്ട് പറയിപ്പിക്കുന്ന, പുരുഷൻ്റെ ഇഷ്ടത്തിന് ഒത്ത വാചകങ്ങൾ മാത്രം അവനെ കൊണ്ട് പറയിപ്പിക്കുന്ന വിവാഹബന്ധങ്ങളിലേക്ക് ഇറക്കി വിടുന്ന കമ്പ്യൂട്ടറുകൾ രംഗത്ത് വന്നു. ഞാൻ ഒറ്റ പദം ഒന്ന് ഓടിച്ചങ്ങ് വിട്ടേക്കാം. പല മതങ്ങളും അവരുടെ മതം പരസ്യം ചെയ്യേണ്ടതിന് വേണ്ടി കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്നതായി ഇന്ന് രേഖയുണ്ട്. ഞാൻ ഇവിടുന്ന് അങ്ങ് മാറിയേക്കട്ടെ. ഞാൻ അങ്ങോട്ട് വരും. മുമ്പിലത്തെ പിക്ചർ ഓക്കെ, ഞാൻ പുറകോട്ട് മാറിയേക്കാം. ഒരു ന്യൂസിൻ്റെ ഒരു ഭാഗം മാത്രം ഞാൻ കട്ട് ചെയ്തെടുത്തതാ. ഇറ്റ്സ് എ ലോങ് ന്യൂസ്. ആ ന്യൂസിൻ്റെ ഒരു ഭാഗം മാത്രം ഞാൻ കട്ട് ചെയ്തെടുത്തതാ. പണ്ടൊരിക്കൽ ഇംഗ്ലണ്ടിലെ രാജകുമാരിയുടെ വിവാഹം നടക്കുമ്പോൾ രാജകുമാരി ബിഷപ്പിനോട് നേരത്തെ പറഞ്ഞിരുന്നു, വിവാഹത്തിൻ്റെ പ്രതിജ്ഞ ചെയ്യിക്കുമ്പോൾ ഭർത്താവ് എന്തു പറഞ്ഞാലും അത് അനുസരിക്കും എന്നൊരു പദം ഞാൻ പറയത്തില്ല. അതെനിക്ക് പറഞ്ഞു തരരുത്, അത് പറയാൻ ആവശ്യപ്പെടരുത്. ഈ ചിന്തകൾ നേരത്തെ തന്നെ ഉള്ളതാണ്. പിശാച് കൊണ്ടുവന്ന് പലയിടത്തും മുതലാക്കിയതാണ്. ഇന്ന് അവളുടെ ഹൃദയത്തിൻ്റെ താല്പര്യം അതാണെങ്കിൽ അതറിഞ്ഞുകൊണ്ട് ആ വാചകങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാതെ അവർക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞു കൊടുക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്ത് വന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് വായിച്ചു. എനിക്ക് തോന്നുന്നു 3-4 പേര് എനിക്കതിൻ്റെ കട്ടിങ് അയച്ചിട്ടുണ്ട്. അതിലൊന്ന് ഡോക്ടർ PG വർഗീസാണ്. അതിൻ്റെ കട്ടിങ് അയച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ പലർക്കും കിട്ടിക്കാണും.
ഒരു മനുഷ്യനെ മറ്റൊരാൾ വീഡിയോ കോളിൽ വിളിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹിതൻ വീഡിയോ കോളിൽ വിളിക്കുന്നു. മോനെ, ഞാനിപ്പം ദുബായിൽ നിൽക്കുകയാണ്. എനിക്ക് പെട്ടെന്നൊരു കുറച്ച് പണം ബോംബെയിൽ ആവശ്യമാണ്. എൻ്റെ ഇന്നാര് രോഗിയായി ബോംബെയിലെ ഹോസ്പിറ്റലിൽ കിടക്കുന്നു. നിനക്ക് പെട്ടെന്ന് ഒരു 35,000 രൂപ, എനിക്ക് തോന്നുന്നു 35,000 ആണെന്ന് തോന്നുന്നു, ഒന്ന് ട്രാൻസ്ഫർ ചെയ്യാമോ? തൻ്റെ സ്നേഹിതൻ വീഡിയോ കോളിൽ മുൻപിൽ നിന്നുകൊണ്ട് തന്നോട് ചോദിക്കുക. സംശയിക്കാൻ യാതൊന്നുമില്ല. 35,000 രൂപ പെട്ടെന്ന് അയച്ചു കൊടുത്തു. അടുത്ത മണിക്കൂറിൽ അടുത്ത വിളി. അതുകൊണ്ട് തികഞ്ഞില്ല, ഒരു 45,000 കൂടെ അയക്കാമോ? സ്വന്തം സ്നേഹിതൻ നേരെ മുമ്പിൽ നിന്ന് വിളിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും സംശയിക്കാൻ ഒന്നുമില്ല. എന്തോ ഈ മനുഷ്യന് ഒരു സംശയം തോന്നിയിട്ട് ആ ഫോൺ കട്ട് ചെയ്തേച്ച് അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ നമ്പറിൽ വിളിച്ചു. ഞാൻ ആദ്യം അയച്ച 35,000 കിട്ടിയ ഏത് 35,000? ആർക്കയച്ചത്? ഇവിടെ വീഡിയോ കോളിൽ വന്നത് നീ അല്ലേ? അല്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നിങ്ങളുടെ പിക്ചർ ഇന്ന് കമ്പ്യൂട്ടറിൻ്റെ കയ്യിലുണ്ട്. 666 ആപ്ലിക്കേഷൻസിലേക്ക് നമ്മൾ വരിക. നിങ്ങളുടെ ഫിംഗർ പ്രിൻ്റുകൾ ഇന്ന് കമ്പ്യൂട്ടറിൻ്റെ കയ്യിലുണ്ട്. നിങ്ങളുടെ ടെലിഫോണിനകത്തുള്ള ഇൻഫർമേഷൻ നിങ്ങളുടെ എന്തിനാ വരുന്നത്? നമ്മുടെ ഇൻഫർമേഷൻസ് ഉണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതൊരു രൂപത്തിൽ നിന്ന് വേറൊരു രൂപത്തിലേക്ക് മാറുകയാണ്. മൃഗത്തിന് ആത്മാവ്. നമ്മളിങ്ങ് പഠിക്കലെത്തിക്കഴിഞ്ഞു. ഇത് കണ്ട തലമുറ. പക്ഷേ ദൈവവും തിരിച്ച് യുദ്ധം ചെയ്യും. ദൈവത്തിൻ്റെ യുദ്ധായുധങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ തൊട്ടു. ദൈവത്തിൻ്റെ യുദ്ധായുധങ്ങൾ വ്യത്യസ്തങ്ങളാണ്. എസെക്കിയേൽ പ്രവചനം 38 21, 22 വാക്യങ്ങളിൽ ഞാൻ എൻ്റെ സകല പർവ്വതങ്ങളോടും അവൻ്റെ നേരെ വാളെടുപ്പാൻ കൽപ്പിക്കും. ഇത് 3-ാം ലോക മഹായുദ്ധത്തിൽ ഇസ്രായേലിനെതിരെ വരുന്ന ശത്രുവിനോട് അക്ഷരാർത്ഥത്തിൽ പറയുന്നതാണ്. പക്ഷെ മറക്കരുത്, പ്രവചനങ്ങൾക്ക് ഭാഗിക നിവർത്തീകരണങ്ങളുണ്ട്. ഞാൻ ഇന്നലെ മുതൽ കഴിഞ്ഞ എൻ്റെ മുമ്പിലത്തെ ആഴ്ച മുതൽ ഈ കാര്യം പറയുന്നുണ്ട്. പ്രവചനങ്ങൾക്ക് ഭാഗിക നിവർത്തീകരണങ്ങളുണ്ട്, ആത്മീക നിവർത്തീകരണങ്ങളുണ്ട്, ഭൗതിക നിവർത്തീകരണങ്ങളുണ്ട്, പൂർണ്ണ നിവർത്തീകരണങ്ങളുണ്ട്. ഇതിൻ്റെ പൂർണ്ണ നിവർത്തീകരണത്തിൽ ഇസ്രായേലിനോട് യുദ്ധത്തിനടുക്കുന്ന 3-ാം ലോക മഹായുദ്ധത്തിൻ്റെ അന്ത്യത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങളാണെങ്കിലും ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു എന്നെൻ്റെ പ്രിയപ്പെട്ടവർ മറക്കരുത്. സോദോം ഗോമോറയുടെ കാലം മുതൽ തുടങ്ങിയതാണ്, ലോത്തിൻ്റെയും നോഹയുടെയും കാലത്ത് തുടങ്ങിയതാണ് എന്ന് യേശു ഒന്ന് ഇൻഡയറക്ട്ലി സൂചിപ്പിക്കുന്ന രംഗം എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ എൻ്റെ സകല പർവ്വതങ്ങളോടും അവൻ്റെ നേരെ വാളെടുപ്പാൻ കൽപ്പിക്കും. ഞാൻ മഹാമാരി കൊണ്ടും രക്തം കൊണ്ടും അവരെ ന്യായം വിധിക്കും. ഞാൻ പെരുമഴയും വലിയ ആലിപ്പഴവും ഗന്ധകവും അവരുടെ മേൽ വർഷിക്കും. വേറൊരു ഭാഷയിൽ കൽമഴ, ഭൂകമ്പം, പകർച്ചവ്യാധി, ഭീതി എന്നിങ്ങനെ പലതിനാലും ഇന്നത്തെ തലമുറയിൽ അനേക പ്രിയപ്പെട്ടവർ എൻ്റെ അടുക്കൽ വരുന്നുണ്ട്. ഇതൊക്കെ പാസ്റ്ററെ നിങ്ങളെങ്ങനെ അറിയുന്നത്? ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നവരുടെ അടുക്കൽ ഇതെല്ലാം ഉണ്ടായിരിക്കും. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ D.L. മൂഡി പ്രസംഗിക്കുവാൻ വേണ്ടി ഒരു സ്റ്റേജിൽ നിന്നു. അദ്ദേഹം പ്രസംഗിക്കുവാൻ ഒരു സ്റ്റേജിൽ നിന്ന ശേഷം പറഞ്ഞു, സുവിശേഷം ആവശ്യമുള്ളവരോട് മാത്രമേ നിങ്ങൾ പറയാവൂ, അനാവശ്യമായി എങ്ങും ഇത് സംസാരിക്കാൻ നിൽക്കരുത്, നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ ഇടരുത്, സുവിശേഷം ആവശ്യമുള്ളവരോട് പറയണം. ഒരാൾ ആ കൂട്ടത്തിൽ നിന്ന് എഴുന്നേറ്റ് ചോദിച്ചു, സർ, സുവിശേഷം ആഗ്രഹിക്കുന്നവരും ആവശ്യമുള്ളവനെയും ഞങ്ങൾ എങ്ങനെ അറിയും? അദ്ദേഹം തിരിച്ചു പറഞ്ഞത്, തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഗ്ലാസ് വെള്ളം മേശപ്പുറത്ത് വെച്ച ശേഷം പറഞ്ഞു, ഈ ഗ്ലാസ്സിനകത്ത് വെള്ളം ഉണ്ടെങ്കിൽ ദാഹമുള്ളവൻ എഴുന്നേറ്റ് വെള്ളത്തിന് വരും. കാലി ഗ്ലാസ് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ആരും വരത്തില്ല. ഒരുപാട് ശുശ്രൂഷകന്മാർക്ക് ഇന്നത്തെ ലോകത്തെക്കുറിച്ച് ആത്മീകമായ ഇൻഫർമേഷൻ ഇല്ലെങ്കിൽ നിങ്ങളുടെ ശുശ്രൂഷ അത്രേ ഉള്ളൂ എന്ന് നിങ്ങളെ കാണുന്നവർക്കറിയാം. നിങ്ങളോട് പറയത്തില്ല, ചിരിച്ചു കാണിക്കും. പക്ഷെ തുറന്ന് കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിപ്പിക്കുവാൻ വരുന്ന ബഹുഭൂരിപക്ഷം ആളുകൾ ഈ സഭയിലുള്ള പല ശുശ്രൂഷകന്മാർക്കറിയാം. കാരണം കൂടാതെ ഒരു ഭയം പലരെയും ഭരിക്കുക. എന്തിനെന്നറിഞ്ഞുകൂടാ. കഴിഞ്ഞ ദിവസം ഇവിടെ പരസ്യമായ മീറ്റിങ്ങിൽ ഇരുട്ടിനെ ഭയപ്പെടുന്നവർ, എല്ലാ രാത്രിയിലും പണ്ട് മുതലേ ഇരുട്ടുള്ളതാ, ഇരുട്ടിനെ ഭയപ്പെടുന്നവരെ വിളിച്ചപ്പോൾ ഒരു ഗ്രൂപ്പ് എഴുന്നേറ്റ് വരുന്നത് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാ. അന്ന് ഇവിടെ ഇരുന്നവരെല്ലാവരും കണ്ടതാ. അനാവശ്യമായ ഭീതി, ഭയം, കൽമഴ, ഭൂകമ്പം, പകർച്ചവ്യാധി എന്നിവ ദൈവിക പ്രത്യേക ആയുധങ്ങളാണ്. ആ ആയുധങ്ങളെ ദൈവം ഉപയോഗിക്കും. എന്നാൽ അശൂർ പുരുഷൻ്റേതല്ലാത്ത വാളാൽ വീഴും. മാനുഷികമല്ലാത്ത ഉപകരണങ്ങളാൽ ദൈവം യുദ്ധം ചെയ്യുമെന്ന് ഒന്ന് കേട്ടോണം. ഞാൻ ഇന്നിത് പറയാൻ കാരണമുണ്ട്, അതുകൊണ്ടാണ്. എന്നാൽ അശൂർ പുരുഷൻ്റേതല്ലാത്ത വാളാൽ വീഴും, മനുഷ്യൻ്റേതല്ലാത്ത വാളിന് ഇരയായിത്തീരും. യോശുവയുടെ പുസ്തകം 10:11 ഇസ്രയേൽ മക്കൾ വാൾ കൊണ്ട് കൊന്നവരെക്കാൾ കൂടുതൽ ഇസ്രയേലിൻ്റെ ശത്രുക്കളെ ദൈവം കൽമഴയാൽ കൊന്നുകളഞ്ഞു. കൽമഴ ദൈവത്തിൻ്റെ ആയുധമാണ്. ഒരു പ്രാവശ്യം കൂടെ ഭംഗിയുള്ള ഭാഷയിൽ ആവർത്തിക്കാം. ചില വല്ലാത്ത പാപം ചെയ്തവരെ
പഴയ നിയമത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം യഹോവയായ ദൈവം പറഞ്ഞവരെ കൈകൊണ്ട് തൊടരുത്, കല്ലെറിഞ്ഞു കൊന്നേക്കണം, കല്ലെറിഞ്ഞു കൊല്ലണം, പലരെ കല്ലെറിഞ്ഞു കൊല്ലണം. മറക്കരുത്, ദാവീദിനെ കല്ലെറിയാൻ ആൾ വന്നതാ, മോശ കല്ലെറിയുവാൻ ആൾ വന്നതാ. പിശാച് ഇതേ നാണയത്തിൽ തിരിച്ചടിക്കും, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ മഹാ അധർമ്മം ചെയ്തവരെ കല്ലെറിഞ്ഞു കൊല്ലണം. ദൈവവും കല്ലെറിയും. വലിയ ആലിപ്പഴമെന്ന് പറയുന്നത് കല്ലുപോലെ ഇരിക്കും. താലന്തോളം വലിപ്പമുള്ള ടൺ കണക്കിന് ഭാരമുള്ള വലിയ ആലിപ്പഴങ്ങൾ ഭൂമിയിൽ പതിച്ചു, വലിയ ഉൽക്കകൾ ഭൂമിയിൽ പതിച്ചു. അതൊക്കെ ദൈവിക ആയുധങ്ങളാണ്, മറക്കരുത്. മനുഷ്യൻ്റേതല്ലാത്ത ആയുധങ്ങളാൽ, കൽമഴയാൽ. എനിക്ക് ഒത്തിരി പിക്ചറുകൾ കാണിക്കണമെന്നുണ്ട്. വലിയ ഭൂകമ്പങ്ങൾ, ഉരുൾപൊട്ടൽ, ആലിപ്പഴം, വലിയ പ്രളയങ്ങൾ, പകർച്ചവ്യാധികൾ, തീപിടുത്തങ്ങൾ. പകർച്ചവ്യാധിയും തീപിടുത്തവും രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുകൾ കൊണ്ട് വരുത്തി വെക്കുന്ന വലിയ പകർച്ചവ്യാധികൾ. ഇന്ന് വിശദീകരണത്തിൽ പോകത്തില്ല. കൊറോണയെക്കുറിച്ച് ഗൗരവമേറിയ സംശയങ്ങൾ പലർക്കുമുണ്ട്. ഇനിയും അതുപോലെയുള്ള പകർച്ചവ്യാധികൾ ആവർത്തിക്കപ്പെടുമെന്ന് അനേകരും കണക്ക് കൂട്ടുന്നു. എന്തിന്? റെമഡി എന്ന ഭാവത്തിൽ 666 ഇഞ്ചക്ഷൻ നടക്കേണ്ടതിന്. കഴിഞ്ഞതാണെന്നല്ല ഞാൻ പറഞ്ഞത്, കഴിഞ്ഞതാണെന്ന് വേദപുസ്തകത്തിൽ നിന്ന് ഒരു തെളിവുമില്ല. റെമഡി എന്ന ഭാവത്തിൽ മനുഷ്യനെ അന്തരീക്ഷത്തിൽ നിന്ന് കൺട്രോൾ ചെയ്യുവാൻ, പൈശാചിക ഹിതത്തിനു വേണ്ടി മൃഗത്തെ സേവിക്കേണ്ടതിന് മൃഗത്തിന് ആത്മാവ് മാറുകയാണെന്ന്. അതെ, പകർച്ചവ്യാധികൾ രണ്ട് തരമുണ്ട്. ഒന്ന് ദൈവത്താൽ അയക്കപ്പെടുന്നതും മറ്റേത് മനുഷ്യൻ ആർട്ടിഫിഷ്യലായി ചെയ്യുന്നതും. തീപിടുത്തങ്ങൾ രണ്ട് തരമുണ്ട്. ഒന്ന് ദൈവമായി അയക്കുന്നതും വേറൊന്ന് മനുഷ്യൻ ആർട്ടിഫിഷ്യലായി തീ വെക്കുന്നതും. അതാണ് ഇന്ന് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും നടക്കുന്നത്. കൊടുങ്കാറ്റുകൾ, ഉൽക്കകൾ, സോളാർ വിൻഡ്, ഇതെല്ലാം ദൈവിക ആയുധങ്ങളിൽ പെടുന്നതാ. 21 വ്യത്യസ്ത തരം ട്രാജഡികളെ കുറിച്ച് ഞാൻ എടുത്തു പറഞ്ഞു. ഇതിങ്ങോട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ച് പറയുകയാണ്, ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ഇനിയും നോഹയുടെ കാലത്തെയും ലോത്തിൻ്റെ കാലത്തെയും യേശു ഓർമ്മിപ്പിക്കുന്നത് പറയാം. ഞാൻ അതിഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. ഇതെല്ലാം യൂട്യൂബിലുണ്ട്. 2 or 3 പ്രാവശ്യം കേൾക്കേണ്ടവർക്ക് അതിന് അവസരമുണ്ട്. വേണ്ടിയവർക്ക് അത് ചെയ്യാം എന്ന് ഓർമ്മിപ്പിക്കട്ടെ. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ നാളിലും സംഭവിക്കും. ലൂക്കോസ് 17:28 ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ കാലത്തും സംഭവിക്കും. ഞാൻ വാക്യങ്ങൾ മുഴുവൻ വായിക്കുകയല്ല. എന്തൊക്കെയാണ് നോഹയുടെ കാലത്ത് സംഭവിച്ചത്? ചാവുകൾ ലിഖിതങ്ങളിൽ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. അന്യഗ്രഹ ജീവികൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും, അത് ലോകത്തിൻ്റെ ഭാഷയാണ്. വേദപുസ്തക ഭാഷയിൽ വീണുപോയ ദൈവദൂതന്മാർ, പിശാചുക്കൾ എന്ന് നമ്മൾ വിളിക്കുന്ന ആ ശക്തികൾ വെളിയിലേക്ക് ഇറങ്ങി വരും. ക്ഷമിക്കണേ, ഞാൻ ഒരു പദം വിട്ട് കളയാമെന്ന് ഓർത്തതൊന്ന് എടുത്തു പറയാൻ പോകാം. ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ആ വലിയ ട്രങ്കിനകത്തുനിന്ന് 1,00,000 പേജുകൾ അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് എഴുതിയ കോപ്പികൾ കിട്ടിയെന്ന്. 1,00,000 പേജുകൾ അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് എഴുതിയ നോട്ടുകൾ കിട്ടി. തൻ്റെ സമയത്തിൻ്റെ 80% ഇതിനു വേണ്ടിയാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അതിൻ്റെ പകുതി വേദപുസ്തക കുറിപ്പുകൾ, സൃഷ്ടിയുടെ ആരംഭം മുതൽ ബൈബിൾ വിശദീകരിക്കുന്ന, ബൈബിൾ കൊടുക്കുന്ന സൂചനകൾ. മറ്റേത് ഡീമനോളജി, ദൈവത്തിനെതിരായ ശത്രുവിൻ്റെ പ്രവർത്തനങ്ങൾ. എൻ്റെ ദൈവമേ, ഇതൊന്നും പുസ്തകങ്ങളായി വന്നില്ല. 20% സമയം ശാസ്ത്രത്തിന് വേണ്ടി അദ്ദേഹം പരീക്ഷണം നടത്തിയത് ലോകശാസ്ത്രത്തെ തിരിച്ചു മറിച്ചു. അദ്ദേഹം എഴുതിയ ഈ പഠനങ്ങൾ പുറത്തു വന്നിരുന്നെങ്കിൽ വളരെ വന്നേനെ. ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ വിരോധിയായ ശത്രുവിനെക്കുറിച്ചും. മിലിറ്ററി സേവനം ചെയ്യുന്ന സകലർക്കും അറിയാം, നിങ്ങളുടെ ശത്രുവിനെ അറിയാത്തിടത്തോളം നിങ്ങൾക്ക് ജയിക്കാൻ ഒക്കത്തില്ല. ഉച്ചയ്ക്ക് ഊണും കഴിഞ്ഞ് കിടന്ന് ഉറങ്ങുന്നവന് ഞാൻ ശത്രുവിനെക്കുറിച്ച് പഠിക്കാറില്ല, ഞാൻ ദൈവത്തെക്കുറിച്ച് മാത്രമേ പഠിക്കത്തുള്ളൂ എന്ന് പറയും. പക്ഷെ യുദ്ധരംഗത്തേക്ക് ഇറങ്ങുന്ന പോരാളിക്ക് ശത്രുവിനെ അറിഞ്ഞേ മതിയാകുള്ളൂ. ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ സമയത്തിൻ്റെ 40% പൈശാചിക ശക്തികളുടെ പ്രവർത്തനത്തെയും ഓപ്പറേഷനെയും കുറിച്ച് അദ്ദേഹം പഠിച്ചിരുന്നു. തൻ്റെ ജീവിതത്തിൽ തന്നെ ഒരളവിലെങ്കിലും ജയമെടുത്തു. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ മനുഷ്യപുത്രൻ്റെ നാളിൽ സംഭവിക്കും. ഈ പൈശാചിക ശക്തികൾ ഭൂമിയിലേക്ക് ഇറങ്ങി പൈശാചിക ഫാഷനുകൾ ജനത്തെ അടിച്ചേൽപ്പിച്ചു.
നിർബന്ധമായി അവരെ ഏൽപ്പിച്ചു. പൈശാചിക കൾച്ചറിലേക്ക് അവരെ നടത്തി. ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെ നടക്കും. ലോത്തിൻ്റെ കാലത്ത് അന്യജഡം മോഹിക്കുന്ന ഒരു വിഭാഗം ആളുകൾ എഴുന്നേറ്റു. ഇന്നിത് രണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നെൻ്റെ പ്രിയപ്പെട്ടവർ മറക്കരുത്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എന്നോട് ഇങ്ങനെ പറഞ്ഞൊരു അമേരിക്കൻ സിറ്റിസനാ എന്നോട് ഇങ്ങനെ പറയുകയുണ്ടായി, മൈനോറിറ്റിനെ സഹായിക്കുവാൻ $600 ട്രില്യൺ, മൈനോറിറ്റിനെ സഹായിക്കുവാൻ, അവരെ പ്രൊമോട്ട് ചെയ്യുവാൻ $600 ട്രില്യൺ അവിടെ ചില സംഘടനകൾ ഉപയോഗിക്കുക. ഈ മൈനോറിറ്റീസ് അവർ അർത്ഥമാക്കുന്നത് റിലീജിയസ് മൈനോറിറ്റി അല്ല, ആണിനെയും പെണ്ണിനെയും വിവാഹം കഴിക്കുന്ന ഒരു മൈനോറിറ്റിയാ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ലോത്തിൻ്റെ കാലത്ത് നടന്നതുപോലെ, നോഹയുടെ കാലത്ത് നടന്നതുപോലെ മനുഷ്യപുത്രൻ്റെ നാളിലും സംഭവിക്കും. അതെ, ഈ തലമുറ ഇത് കണ്ടുകൊണ്ടിരിക്കുക. ലോത്തിൻ്റെ കാലത്ത്, നോഹയുടെ കാലത്ത് ഒരു വലിയ ജലപ്രളയം സംഭവിച്ചു. ഇന്ന് ഭാരതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ജലപ്രളയങ്ങൾ, ക്രിസ്ത്യാനിയുടെ രക്തം ഒഴുക്കിയ സ്ഥലങ്ങളിൽ നടക്കുന്ന ജലപ്രളയങ്ങൾ, ഇതിനകത്തിരിക്കുന്ന ചില സഹോദരന്മാർ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നു. ഇതിനകത്തിരിക്കുന്ന സഹോദരന്മാർ ഉൾപ്പെടെ പലരെ, എനിക്ക് ഏതെങ്കിലും ഇങ്ങനെയൊക്കെയുള്ളത് വരികയാണെങ്കിൽ പലരയക്കും. അതുകൊണ്ടാരും നിർത്തരുത്, എല്ലാവരും കൂടെ നിർത്തിയാൽ പിന്നെ എനിക്ക് ഇൻഫർമേഷൻ ഇല്ലാതെ ആയിപ്പോവും. ഒരു സഹോദരൻ, ഇതിനകത്തിരിക്കുന്ന ഒരു സഹോദരൻ ഉൾപ്പെടെ പലരെനിക്ക് അയച്ചു തന്ന ഒരു വീഡിയോ ഉണ്ട്. ഒറീസയിൽ ക്രിസ്ത്യാനികളെ കൂട്ടമായി കൊന്നൊടുക്കിയ ഇടങ്ങളിൽ ആനകൾ ഇറങ്ങി ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചവരുടെ വീടുകൾ മാത്രം തപ്പിപ്പിടിച്ച് ചവിട്ടി നശിപ്പിച്ചു. ഇത് ക്രിസ്ത്യൻ ആനയാണ് എന്ന ആളുകൾ വിളിച്ചെന്ന്. ഇത് ക്രിസ്ത്യൻ ആനയാണ്, കാര്യം വേറെ ഒരു വീടും തൊടാതെ. പട്ടികൾ ഇറങ്ങി ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചവരെ മാത്രം കടിച്ചു കൊന്നു. വനങ്ങളിലേക്ക് ചിതറിപ്പോയ ക്രിസ്ത്യാനികളിൽ പലരും ഗർഭിണികളായിരുന്നവർ ആ വനത്തിനകത്ത് സുഖപ്രസവം നടത്തി കുഞ്ഞുങ്ങളുമായി മടങ്ങി വരുമ്പോൾ വന്യമൃഗങ്ങൾ വെളിയിലേക്ക് ഇറങ്ങി ആക്രമിച്ചവരെ ഉപദ്രവിച്ചു. ദൈവത്തിൻ്റെ ആയുധങ്ങൾ മാനുഷികങ്ങളല്ല, മനുഷ്യൻ്റേതല്ലാത്ത, പുരുഷൻ്റേതല്ലാത്ത ആയുധങ്ങളാൽ അവർ വീഴും. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ജലപ്രളയവും മറ്റും നോക്കണം. ഞാൻ കഴിഞ്ഞ രാത്രിയിലും ഇരുന്ന് കുറച്ചു നേരം ചിന്തിച്ചു. സമയമില്ല, അതുകൊണ്ട് എനിക്ക് ചെയ്യാനും കഴിഞ്ഞില്ല. വീഡിയോകൾ ഇങ്ങോട്ട് എടുത്തിടണം. നദികൾ കരകവിഞ്ഞൊഴുകുന്നത്, മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടി ജനങ്ങളിൽ നിന്ന് കൂട്ടമായി കഴിവുള്ളിടത്തോളം ആളുകളെ മാറ്റുന്നത്, പലരും ഒഴുകിപ്പോകുന്നത്, കാറുകൾ ഒഴുകുന്നത്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിലെ സമ്പൽ സമർത്ഥമായ അമേരിക്കയിലാണ് ഇതിൻ്റെ ആദ്യത്തെ ആരംഭം. പാപത്താൽ നിറയുന്ന ഇടങ്ങളിൽ ദൈവം പലപ്പോഴും പലതും ചെയ്യാറുണ്ട്. കുറേ വർഷങ്ങൾക്ക് എൻ്റെ ഓർമ്മയിൽ it should be 95, 1995 അടുത്തായിരിക്കണം. ഹെരിക്കെയിൻ വളരെ ശക്തമായി അടിക്കുന്ന സമയത്ത് ഒരിക്കൽ ബെന്നിഹിന് ഒരാളിനോട്, ആരായിരുന്നു, ചക്ക് പിയേഴ്സ് എന്ന പ്രവാചകനോട് ബെന്നിഹിൻ ഒരു ചോദ്യം ചോദിച്ചു. ഇതൊന്നും നിനക്ക് വെളിപ്പെട്ടിട്ടില്ലേ? നീ ഒരു വലിയ പ്രവാചകനല്ലേ? ആ മീറ്റിങ്ങിൽ ദൈവത്തിൻ്റെ കരുണയാൽ പോയിരിക്കാൻ കർത്താവ് എനിക്കൊരു സീറ്റ് തന്നു. എനിക്ക് തോന്നുന്നു ഒരു സീറ്റിന് $15 കൊടുത്താണ് അന്ന് എന്നെ അവിടെ ഒരാൾ കൊണ്ടിരുത്തിയത്. അവൻ എനിക്ക് ടിക്കറ്റ് എടുത്ത് തന്നു. ഒരു സെക്ഷൻ അറ്റൻഡ് ചെയ്യുവാൻ $15 കൊടുത്താണ് ഒരു കസേര കിട്ടിയത്. അവിടെ ഇരുന്നപ്പോൾ ബെന്നിഹിൻ ചക്ക് പിയേഴ്സിനോട് ഒരു ചോദ്യം ചോദിച്ചു. ഇത്ര വലിയ നഷ്ടങ്ങൾ അമേരിക്കയിൽ വന്നിട്ട് പ്രവാചകന്മാരായ നിങ്ങൾക്കാർക്കും അത് വെളിപ്പെട്ടില്ലേ? ചക്ക് പിയേഴ്സ് എഴുന്നേറ്റൊരു മറുപടി പറഞ്ഞത്, ഇന്നേക്ക് 3 വർഷങ്ങൾക്ക് മുന്നമേ ഞാൻ പ്രസിദ്ധീകരിച്ച ഇന്ന പുസ്തകത്തിൽ അത് എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ കോപ്പികൾ വേണ്ടവർക്ക് വാങ്ങാം. കാര്യം ഇന്ന സ്ഥലങ്ങളിലെ പാപം അതിരൂക്ഷമാകയാൽ സോതോമിൽ നടന്നതുപോലെയുള്ള അന്യജഡം മോഹിച്ച ആ പാപത്തിൻ്റെ വലിപ്പം കണ്ടതോടെ ദൈവാത്മാവനോട് പറഞ്ഞു, അവരുടെ തീരപ്രദേശങ്ങളിൽ പോയി നിന്ന് ന്യായവിധിയുടെ വെള്ളങ്ങൾ ഉയർന്നു വരുവാൻ ആ വെള്ളങ്ങളോട് ആജ്ഞാപിക്കുക. കൊടുങ്കാറ്റ് ഞാൻ അയച്ചോളാം. കാറ്റിനെ ശാസിക്കുവാൻ തന്നെയല്ല, പറഞ്ഞയക്കാനും ദൈവത്തിന് കഴിയും എന്ന് മറക്കരുത്. എനിക്കത് ഓർമ്മയുണ്ട്. ഇന്ന് നടക്കുന്ന അപകടങ്ങൾ അതുപോലെ സോതോമും ഗോമോറയും. നോഹയുടെ കാലം മാത്രമല്ല, ലോത്തിൻ്റെ കാര്യവും ഓർത്തോളാൻ പറഞ്ഞു. സോതോമും ഗോമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പാചരിച്ചു, അന്യജഡം മോഹിച്ചതിനാൽ. ഞാനിവിടെ പരസ്യമായി വിളിച്ചു ചോദിക്കുന്നില്ല, അന്യജഡം മോഹിക്കാത്തവരുടെ എണ്ണം ഇന്ന് കുറവാണ്. ഓഫ് കോഴ്സ്, കഴിഞ്ഞ ദിവസം ഒരു സഹോദരനോട് പറഞ്ഞു, എൻ്റെ ഹൃദയത്തിനകത്ത് മലിനമായ ചിന്തകൾ നിറയുക. ഈ ചിന്തയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞു, ബ്രദറെ, മനസ്സിനകത്ത് ഇരിക്കുന്നിടത്തോളം ക്ഷമയുണ്ട്. കാര്യം ഹൃദയത്തിൻ്റെ നിരൂപണങ്ങൾ മനുഷ്യനുള്ളവയാണ്. പുറത്തു വരാതെ സ്വർഗം സൂക്ഷിക്കണം.
പുറത്തു വരാതെ സ്വർഗം സൂക്ഷിക്കണം. മലിനമായ ചിന്തകൾ അകത്ത് നിറഞ്ഞെന്ന് വരാം, പക്ഷെങ്കിൽ പുറത്തു വരരുത്. നാവിൻ്റെ ഉത്തരം യഹോവയാൽ വരേണ്ടതാണ്. അതുപോലെ സോദോമും ഗോമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പ് ആചരിച്ചു. അന്യജടം മോഹിച്ചു നടന്നതിനാൽ നിത്യാഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു സോദോമും ഗോമോറയും. ലോകത്തിലെ അതിഫലപുഷ്ടങ്ങളായ പ്രദേശങ്ങളായിരുന്നിവ. ലോത്ത് കൂടാരം മാറ്റി മാറ്റി അടിച്ച് അവിടം വരെ എത്തി. ആകാശത്ത് നിന്ന് തീയും ഗന്ധകവും പെയ്ത്. ഇന്നലെ രാത്രിയിലൊരു മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കൃത്യം പോലെ ആരോ ഒരു ലിങ്ക് അയച്ചു തന്നു. ഈ ഭാഗങ്ങളായിരുന്നത് കൊണ്ട് ഒന്നുകൂടെ കഴിഞ്ഞ രാത്രിയിൽ ചിന്തിക്കുവാൻ കർത്താവ് എനിക്കിടയൊക്കെ. ഞാൻ പറഞ്ഞ കഴിഞ്ഞ രാത്രിയിൽ തീരെ കുറച്ചേ ഉറങ്ങിയുള്ളൂ. ഇന്നത്തെ മെസ്സേജ് എങ്ങനെയെങ്കിലും ഹാൻഡ് ഓവർ ചെയ്യണം, എനിക്ക് അത്രയും താല്പര്യമുണ്ട്. ഞാൻ മഹാരാജാവിൻ്റെ ആലോചനയുമായി വന്നതാണ് എന്ന് പറഞ്ഞ പദം ഞാൻ രാവിലെ ആവർത്തിച്ചല്ലോ. ലോത്ത് ഉൽപ്പത്തി പുസ്തകം 13:12 ദയവായി വായിച്ചാട്ടെ. അതിനകത്ത് ചില പദങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 13:12. അബ്രാം കനാൻ ദേശത്ത് പാർത്തു. ലോത്ത് ആ പ്രദേശത്തിലെ പട്ടണങ്ങളിൽ പാർത്ത് സോദോം വരെ കൂടാരം നീക്കി നീക്കി അടിച്ചു. സോദോം വരെ കൂടാരം നീക്കി നീക്കി അടിച്ചു. അബ്രഹാം മെമ്രയുടെ തോപ്പിൽ പാർക്കയാ. തൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒരു യാഗപീഠമുണ്ട്. എന്നും ആ യാഗപീഠത്തിങ്കൽ യാഗമുണ്ട്. തൻ്റെ വീട്ടിൽ ജനിച്ചു വളർന്ന അടിമക്കുട്ടികൾ പോലും ഈ യാഗപീഠം കണ്ടു വളരുന്നവരാ. ലോത്ത് അവിടെ നിന്ന് മാറി തൻ്റെ കൂടാരം അടിച്ചു. 2 പ്രാവശ്യം ആ പദം പറയുന്നുണ്ട്, മാറി മാറി. നാശം ഒരു ദിവസം കൊണ്ടല്ല. ലോത്തൊരൽപ്പം മാറി കൂടാരം അടിച്ചു, വീണ്ടും ഒരൽപ്പം കൂടെ മാറി കൂടാരം അടിച്ചു, വീണ്ടും ഒരൽപ്പം കൂടെ മാറി കൂടാരം അടിച്ചു. വീഴ്ച ഒരു ദിവസം കൊണ്ടല്ല, നാശം ഒരു ദിവസം കൊണ്ടല്ല. എൻ്റെ കണ്ണുമായി ഒരു നിയമമില്ലെങ്കിൽ അരുതാത്ത പെൺകുട്ടിയെ നോക്കും, അരുതാത്ത പുരുഷനെ നോക്കും. എൻ്റെ ഫോണുമായി ഒരു നിയമമില്ലെങ്കിൽ വേണ്ടാത്ത കോളുകൾ വിളിച്ചിരിക്കും, ശ്രദ്ധിച്ചിരിക്കും. ഒടുവിൽ കുടുംബ ബന്ധങ്ങൾ വരെ തകർത്തുകൊണ്ട് സോദോം പാപത്തിലേക്ക് വഴുതി വീഴും. അന്യജഡം മോഹിച്ചു. എനിക്ക് അർഹതപ്പെട്ടിട്ടില്ലാത്ത ഒരു പെൺകുട്ടിയെ, എനിക്ക് അർഹതപ്പെട്ടിട്ടില്ലാത്ത ഒരു പുരുഷനെ കണ്ട് സ്നേഹിക്കത്തക്കവണ്ണം ജീവിതം അധപ്പതിച്ച് തകരുമാറ്. ഇത് വളരെ പരസ്യമായി പറയുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ആരെയും മുറിവേൽപ്പിക്കുവാനല്ല, മാനസാന്തരപ്പെടുവാൻ പരിശുദ്ധാത്മാവ് ചിലതിനോട് ആവശ്യപ്പെടുകയാണ്. സ്വന്തമല്ലാത്ത ശരീരം, അന്യമായ ശരീരം താല്പര്യപ്പെട്ടു പോകയാ. ലോത്തേ, അങ്ങയ്ക്കിത് സംഭവിച്ചത് ഒരു ദിവസം കണ്ടാണോ? അല്ല, പണ്ട് ബേഥേലിൽ ആരാധിച്ചതാ. അല്പം ജഡാസക്തിയുടെ പുറകെ, ലോകത്തിൻ്റെ മോഹത്തിൻ്റെ പുറകെ, ഫാഷനുകളുടെ പുറകെ കൂടാരം ഒന്ന് മാറ്റിയടിച്ചു, രണ്ടാമത് മാറ്റിയടിച്ചു, മൂന്നാമത് മാറ്റിയടിച്ചു. ഒടുവിൽ സോദോമിലെത്തി. തൻ്റെ ഇഷ്ടമുള്ള സ്വഭാവമുള്ളവരെ കണ്ടു. ലോത്ത് അവിടെ നീതിമാനായി ജീവിക്കാൻ ശ്രമിച്ചു, വലഞ്ഞുപോയി. തൻ്റെ ചുറ്റുമുള്ളവരുടെ ജീവിതം കണ്ടും കേട്ടും വലഞ്ഞുപോയ നീതിമാൻ എന്നാണ് ലോത്തിനെ വിളിക്കുന്നത്. കൂടാരം നീക്കി നീക്കി അടിച്ചു. തൻ്റെ സോദോം വരെ എത്തി. അവിടെ നിന്നാണ് മനുഷ്യൻ്റേതല്ലാത്ത ആയുധം ദൈവം ഉപയോഗിച്ചു. മനുഷ്യൻ്റേതല്ലാത്ത ആയുധം സോദോം ഗൊമോറ തൻ്റെ തീക്ക് ഇരയായി മാറി. സോദോം ഗൊമോറ എന്ന പട്ടണങ്ങളെ ഭസ്മീകരിച്ച് ഉന്മൂലനാശത്താൽ ന്യായം വിധിച്ചു. മേലാൽ ഭക്തികെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാകേണ്ടതിന്. ഇന്ന് പകൽക്കാലം ആർക്കെങ്കിലും സംശയമുണ്ടോ? നിങ്ങൾക്കൊരു ദൃഷ്ടാന്തം മിഡിൽ ഈസ്റ്റിലുണ്ട്, സോദോമും ഗോമോറയും. നേരിട്ട് നിങ്ങളെ കൊണ്ട് കാണിക്കുവാൻ എനിക്കൊക്കത്തില്ല. അതുകൊണ്ട് ഞാനതിൻ്റെ 2-3 ചിത്രങ്ങൾ ഇതിനകത്തെടുത്തിടുകയാ. 2-3 ചിത്രങ്ങൾ. സോദോം ഗോമോറയെ കുറിച്ച് അധിക പഠനം നടത്തിയ ആളുകൾ പറയുന്നത്, അന്ന് അവിടെ പെയ്തതായ ആ സൾഫർ സംതിങ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഈ ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന സൾഫർ അല്ല അവിടെ നിന്ന് ലഭിക്കുന്നത്. നീല നിറത്തിലുള്ള ജ്വാല മാത്രം ഉണ്ടാക്കുന്നതും വളരെയധികം ടെമ്പറേച്ചർ കൊണ്ടുവരുന്നതുമായ ജ്വാലയാണ്. ഒരു കുറച്ചുകൂടെ മുന്നോട്ട് പോകാം. 10 മെഗാ ടൺ റേഡിയേഷനാണ് അവിടെ ഒരു മിനിറ്റിൽ നടന്നിട്ടുള്ളതെന്ന്. ഇന്നത്തെ ശാസ്ത്രത്തിൻ്റെ കണക്കിൽ 10 മെഗാ ടൺ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഹിരോഷിമയിലും നാഗാസാക്കിയിലും നടന്ന ബോംബാക്രമണത്തിൽ വിപരീതമായ പവറിൻ്റെ 666 ഇരട്ടി.
എടാ പിശാചേ, നിനക്ക് 666 എന്നൊരു സംഖ്യ കൊണ്ടുവരുവാൻ അനുവാദമുണ്ട്. പക്ഷെ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, തുടക്കത്തിൽ ഞാൻ ആ ഫിഗറെ തൊട്ടേക്കാം. ഹിരോഷിമയിലും നാഗസാക്കിയിലും ഇട്ട ആറ്റം ബോംബിൻ്റെ പ്രസരത്തിൽ നശിച്ചു വന്ന വികരണ ശക്തിയിൽ ഉണ്ടായതിനേക്കാൾ 666 ഇരട്ടി മടങ്ങ് ഇരട്ടിയാണ് സോദോം ഗൊമോറയിൽ ചൂടുണ്ടായത്. അതുകൊണ്ട് അവിടുത്തെ കളിമണ്ണ് വരെ ഉരുകി ഗ്ലാസ് പോലുള്ള സ്ലേറ്റ് പീസസായി മാറിയെന്ന് വിശദീകരിക്കുന്ന സമയം പോരാ. യഹോവ ദേശത്തോട് ഇങ്ങനെ ചെയ്തുവെന്ന്, ഈ മഹാക്രോധത്തിൻ്റെ കാരണം എന്തെന്ന് സകല ജാതികളും ചോദിക്കും. മറക്കരുത്, ഇതൊരു ഉദാഹരണമാണ്. മറുവശം ഞങ്ങൾ ഇന്ന് പ്രഘോഷിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 3:10, യഹോവയുടെ പക്കൽ നിന്ന് ആശ്വാസകാലങ്ങൾ വരും. ഒരു വശം തകരുമ്പോൾ ഞങ്ങളൊരു ആശ്വാസകാലം വിളിച്ചു പറയുന്നവരാണ്. ഈ തലമുറയോട് മടങ്ങി വരിക എന്ന് പറയുവാൻ കർത്താവ് തരുന്ന കൃപയ്ക്കായി സ്തോത്രം. ഏതാണ്ട് 2 മാസത്തിന് മുമ്പേ ദൈവത്തിങ്കൽ നിന്ന് വരുന്ന ആശ്വാസകാലങ്ങളെക്കുറിച്ച് പറഞ്ഞു. മാനവവർഗത്തിൻ്റെ വീഴ്ചയുടെ 3-ാം ഘട്ടത്തിൽ ദൈവം സകല ജാതികളെയും നിമ്രോദിൻ്റെ കാലത്ത് വിറ്റ് കളഞ്ഞപ്പോൾ സ്വർഗമെടുത്ത പ്രതിഷ്ഠയ്ക്കൊത്തവണ്ണം മടങ്ങി വരവിൻ്റെ കാലം അപ്പോസ്തല പ്രവൃത്തി 2 ആരംഭിച്ചു. അന്ന് ഭാഷകൾ ഭിന്നിക്കപ്പെട്ടെങ്കിൽ ഭാഷകൾ സംയോജിക്കപ്പെട്ടു. അന്ന് ലോകത്തിന് മുഴുവനും കൊടുക്കുവാൻ സ്വർഗം ഒരൊറ്റ സന്ദേശം നൽകി. ദൈവത്തിങ്കൽ നിന്ന് വരുന്ന ആശ്വാസകാലങ്ങൾ ഇന്ന് പകൽ ആശ്വാസകാലത്തിൻ്റെ ഭാഗമാണ്. ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. ഇനിയും വരുമെന്ന് ഒരു പ്രവചനത്തിന് അനേക നിവർത്തീകരണമാ. ഒന്ന് വന്നു, ഇനിയും വരും. എന്തിനു വേണ്ടി? പുത്രത്വത്തിൻ്റെ വീണ്ടെടുപ്പ് തരേണ്ടതിന് വേണ്ടി മടങ്ങി വരികയാണ്. ഇന്ന് നാം ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ദൈവത്തിൻ്റെ മുമ്പാകെ, ന്യായാസനത്തിൻ്റെ മുൻപാകെ നിന്നേ മതിയാകെ ഉള്ളൂ. ഇന്ന് കാണുന്ന വലിയ ഭൂകമ്പങ്ങൾ, ഇന്ന് കാണുന്ന വലിയ ഉരുൾപൊട്ടലുകൾ, ഇന്ന് കാണുന്ന ആലിപ്പഴം, ദൈവത്തിൻ്റെ കല്ലേറ്, വലിയ പ്രളയങ്ങൾ, പകർച്ചവ്യാധികൾ, തീപിടുത്തങ്ങൾ, ഞാൻ പറഞ്ഞു ഇത് കൊടുങ്കാറ്റുകൾ, ഇതെല്ലാം ഉൽക്കകൾ, സോളാർ വിൻസ്, ഒന്ന് തൊട്ടതാണ് ഈ സ്ലിപ്പ്. വീണ്ടും ആവർത്തിക്കുന്നത് എന്തിനാണ്? ഇത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ചിത്രീകരിക്കുന്നതാണ്. ദൈവം ഒരു വിലാപത്തിൻ്റെ വാചകം പറയുന്നത് യെശയ്യാ 1:2-3 വാക്യങ്ങളിൽ കാണാം. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരെന്നോട് മത്സരിച്ചിരിക്കുന്നു. കാളതൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, എൻ്റെ ജനമോ അറിയുന്നില്ല, ഈ ജനം ഗ്രഹിക്കുന്നില്ല. 3 കാര്യങ്ങൾ തൊടാം. ഒന്ന്, ആകാശത്തെയും ഭൂമിയെയും വിളിച്ചു. എന്താ കർത്താവേ അങ്ങ് ആകാശത്തെയും ഭൂമിയെയും വിളിച്ചത്? പറയാം മോനെ, ഇസ്രായേലിൻ്റെ മുമ്പിലേക്ക് അനുഗ്രഹങ്ങളും ശാപങ്ങളും വെക്കുമ്പോൾ ഞാൻ സാക്ഷികളായി വിളിച്ചത് അവരെ 2 പേരെയാ. എൻ്റെ സാക്ഷികളാ. ആകാശമേ കേൾക്ക്, ഭൂമിയെ ചെവിതാ, ഞാൻ ന്യായവിധി തുടങ്ങുകയാ. ഈ ജനം ഞാൻ പറഞ്ഞ കേൾക്കത്തില്ല. കാളതൻ്റെ ഉടയവനെ അറിയുന്നു, കഴുതൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയെ അറിയുന്നു. ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കെ സ്വന്തം ഭടന്മാരാൽ വെടിയേറ്റ് മരിച്ചു. അമ്മ ചൂടിൽ ഓടി വന്ന ഒരു പ്രായമുള്ള അപ്പച്ചൻ, വിവരമുള്ള ഒരു അപ്പച്ചൻ പറഞ്ഞു, കേരളത്തിൽ അല്ല ഇന്ത്യയിൽ ധനികരായി പാർക്കുന്ന പലരും അവരുടെ ബോഡി ഗാർഡ്സായി വാച്ച് ഡോഗ്സിനെ ആക്കും. വാച്ച് ഡോഗ്സ്. 4 പട്ടികളെ അവിടെ ആക്കിയിരുന്നെങ്കിൽ വെടിവെക്കത്തില്ലായിരുന്നു, ശത്രുവിനെ നേരിടുവാൻ കഴിയുമായിരുന്നു. നമ്മുടെ പ്രൈം മിനിസ്റ്റർക്ക് അത് കഴിയാതെ പോയല്ലോ. ഈ പട്ടികൾക്കൊരു പ്രത്യേകതയുണ്ട്. കാളതൻ്റെ ഉടയവനെ അറിയും എന്ന പദം കൊണ്ടാണ്. ഈ പട്ടികളെ ട്രെയിൻ ചെയ്യുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ വീടുകളിൽ വളർത്തുന്ന നായ്ക്കളെ, വാച്ച് ഡോഗ്സിനെ പഠിപ്പിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ആരെങ്കിലും കൊടുക്കുന്ന ആഹാരം അത് വാങ്ങത്തില്ല. കാര്യം പട്ടിക്കൊരു ദുസ്വഭാവമുണ്ട്. ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് തീറ്റി വാങ്ങി തിന്നാൽ പിന്നെ അവൻ്റെ പുറകെ വാലട്ടിക്കൊണ്ട് നടക്കും. അതുകൊണ്ട് ഈ പട്ടികൾ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന്, യജമാനൻ അനുവദിക്കാത്ത ഒരാളിൻ്റെ കയ്യിൽ നിന്ന് തീറ്റി വാങ്ങത്തില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് പോയി. അവിടെ ചെന്നപ്പോൾ നല്ല 2 പട്ടിക്കുട്ടികൾ, അത് വളരാൻ പോകുമെന്ന് എനിക്കറിയാം. എനിക്ക് തന്ന ആഹാരത്തിൻ്റെ ഒരു ഭാഗം ആ പട്ടിക്കുട്ടികൾക്ക് ഇട്ടുകൊടുത്തു. ഞാൻ പറഞ്ഞു, നാളെ ഇവിടെ വരുമ്പം വാലാട്ടണേ, കടിക്കത്തില്ല. കാര്യം അത് എൻ്റെ ആഹാരം വാങ്ങിച്ചതാ. കാളയ്ക്ക് അതിൻ്റെ ഉടയവനെ അറിയാം, എൻ്റെ ജനത്തിന് അറിയത്തില്ല. ഈ ജനം എന്നെ ഗ്രഹിക്കുന്നില്ല, അത് ശത്രുവിൻ്റെ കയ്യിൽ നിന്നാണ് വാങ്ങിയത്. ഞാൻ ഒരു പടി കൂടെ പോകുകയാണ്.
കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയെ അറിയുന്നു. എൻ്റെ ജനം തീറ്റി വേണ്ടപ്പോൾ കണ്ടതിലെ ഒക്കെ പോകയാ. മുടിയംപുത്രൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ നാശത്തെങ്കിൽ അവൻ അപ്പനെ അറിയാത്ത ദൂരദേശത്തെ പൗരന്മാരിൽ ഒരുവനെ ആശ്രയിക്കുകയും അവൻ്റെ വാളവര കൊണ്ട് വയറ് നിറയ്ക്കുവാൻ താല്പര്യപ്പെടുകയും ചെയ്തു. ഒരിക്കൽ ഒരു സഹോദരൻ ചീട്ട് കളിക്കുന്നത്, ഇന്നതൊക്കെ നിസ്സാരമായിരിക്കും അല്ലേ? ഒരു സഹോദരൻ ചീട്ട് കളിക്കുന്നത് ഡോക്ടർ മാർക്ക് ബണ്ടെയിൻ കണ്ടു. ഡോക്ടർ മാർക്ക് ബണ്ടെയിൻ പറഞ്ഞ ഒരു പദമുണ്ട്. ബ്രദർ തോമസ്, അന്നൊരു പാസ്റ്റർ തോമസിനോടാണ് പറഞ്ഞത്, ബ്രദർ തോമസ്, ദാറ്റ്സ് വാട്ട് ഐ ആം. ഇരുന്ന് കളിക്കുന്നത് ഞാനാ, ബട്ട് ബൈ ഹിസ് ഗ്രേസ്, തമ്പുരാൻ്റെ കൃപ കൊണ്ട് അവിടുന്ന് രക്ഷപ്പെട്ടതാ. ആ ചീട്ട് കളിക്കുന്നവനെ കണ്ടോ? ദാറ്റ്സ് വാട്ട് ഐ ആം. ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. തുടർന്ന് മാർക്ക് ബണ്ടെയിൻ ഇങ്ങനെ പറഞ്ഞു, ഏതു മനുഷ്യനും ജീവിതത്തിൽ സന്തോഷിക്കുവാൻ, ഉല്ലസിക്കുവാൻ എന്തെങ്കിലും വേണം. എനിക്കും നിങ്ങൾക്കും ദൈവത്തെ സേവിക്കുന്നതിലെ സന്തോഷം കണ്ടെടുക്കുവാൻ കഴിഞ്ഞു. അത് കഴിയാത്തവൻ മദ്യഷാപ്പിൽ കയറിയേ മതിയാകൂ. അത് കഴിയാത്തവൻ കണ്ണുമായി നിയമമില്ലാതെ നോക്കേണ്ടതായി വന്നു. നമ്മുടെ ഇവിടുന്ന് പോയ ബ്രദർ സെബി പണ്ടൊരിക്കൽ പറഞ്ഞൊരു പദം എനിക്ക് ഓർമ്മയുണ്ട്. ഒരു ദിവസം പരിശുദ്ധാത്മാവ് തന്നോട് ഇടപെട്ടു. തല പൊക്കി നോക്കാതെ കുനിഞ്ഞു മാത്രം കിട്ടുന്ന പുല്ലെല്ലാം നക്കിയെടുക്കുന്ന പശുവിൻ്റെ കണ്ണുപോലെയാണ്, മൃഗങ്ങളുടെ കണ്ണുപോലെയാണ് പലരുടെയും കണ്ണുകൾ. വേണ്ടാത്ത പലതും നോക്കാനും കാണാനും. മുടിയംപുത്ര, അങ്ങക്ക് പറ്റിയ വലിയ അബദ്ധം ഇതല്ലേടാ. നീ അന്യദേശത്തെ പൗരൻ്റെ വയലിൽ പോയതാ. കർത്താവ് പറഞ്ഞു, എൻ്റെ ജനവും പറ്റിയത് അത് തന്നെയാണ്. കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു. ഈ ജനം ഗ്രഹിക്കുന്നില്ല. ലോകത്തിൻ്റെ ഫാഷനുകൾക്ക് മുൻപാകെ, ഫാഷൻ പരേഡുകളുടെ മുൻപാകെ. ഇവിടുത്തെ ചർച്ച് ലീഡേഴ്സിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വർഷിപ്പ് ലീഡേഴ്സിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഫാഷൻ പരേഡുകൾക്ക് വേണ്ടി തന്നെത്താൻ വിറ്റ് കളഞ്ഞ അനേക ക്രൈസ്തവ നേതാക്കൾ എന്നെ കാണുന്നുണ്ടാവാം. ലോകത്തിൻ്റെ മോഹത്തിൻ്റെ പിന്നാലെ ഓടി ലോത്തിനെയും നോഹയെയും പോലെ ആയാൽ ഞങ്ങൾക്ക് നിങ്ങളൊരു അടയാളമാണ്. യേശുവിൻ്റെ വരവ് സമീപിച്ചു. പക്ഷെ അതുപോലെ പോകാതെ ബേഥേലിനെ സൂക്ഷിച്ച ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ആകാശത്തിലെ പെരിഞ്ഞാറ അതിൻ്റെ കാലം അറിയുന്നു. കുറുമ്പ്രാവും മീവൽ പക്ഷിയും അതിൻ്റെ മടങ്ങിവരവിനെ അറിയുന്നു. നമുക്കും അതൊന്ന് അറിയുവാൻ കർത്താവ് കൃപ തരട്ടെ. ഞാൻ ഇവിടുന്ന് മാറാൻ പോകുകയാണ്. എന്നെങ്കിലും ഒരിക്കൽ, വരുന്ന ആഴ്ച ഞാനിവിടെ ഇല്ല, എന്നെങ്കിലും ഒരിക്കൽ തുടരുമ്പോൾ ഗൗരവമായ ഭാഷയിൽ ഈ ആശയങ്ങളിൽ തുടരുവാൻ കർത്താവ് അനുവദിച്ചാൽ, അതിനു മുമ്പേ സഭ ഇവിടുന്ന് പോയാൽ കർത്താവിന് സ്തോത്രം. ഇത് തുടരുവാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നുണ്ട്. ഇന്ന് 2-3 കാര്യങ്ങൾ മാത്രം പറഞ്ഞേച്ച് ഞാൻ വേഗത്തിൽ നിർത്താൻ ആഗ്രഹിക്കുന്നു. നാം കാത്തു നിൽക്കുന്നവർക്ക് വേണ്ടി കർത്താവ് പ്രത്യക്ഷനാകും. നാം ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഒന്ന്, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഭാരതത്തെ ബാധിക്കുന്ന നാച്ചുറൽ കലാമിറ്റീസ് ദൈവത്തിൻ്റെ ആയുധമാണ്, ഉറപ്പിൻ്റെ ഉറപ്പാണ്. അവയിൽ നിന്നൊരു വിടുതൽ കർത്താവ് തരുവാൻ സഭ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തിയാൽ ദേശത്തിന് സൗഖ്യം തരും. 2, പ്രേ ഫോർ മണിപ്പൂർ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലും പ്രാർത്ഥിച്ചതാ. മണിപ്പൂരിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സിസ്റ്റർ വീണ നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു മോളാണ്. സുദേവം ബ്രദറിൻ്റെ മകളാണ്. താൻ ഇന്നും ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ മാസങ്ങളായി കഴിയുകയാണ്. നമുക്ക് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ബ്രദർ ജോസഫിനെ കണ്ടു. എൻ്റെ ലെഫ്റ്റ് സൈഡിൽ വന്നിരിക്കാറുണ്ടായിരുന്ന